കാരുണ്യത്തിന്. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് കരങ്ങൾ വീശിക്കൊണ്ട് പാടാം. ചേർന്ന് പാടാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, തീരാവ്യാധികളിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു, രോഗപീഠകളാൽ വലയുന്നവരെ സമർപ്പിക്കുന്നു, മാരകമായ രോഗത്തിന് അടിമപ്പെട്ടവരെ സമർപ്പിക്കുന്നു. കർത്താവേ, വിട്ടുമാറാത്ത ജീവിത ദുഃഖത്തിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. സദാരഹിതരെയും ഭവനരഹിതരെയും തൊഴിൽ രഹിതരെയും സമർപ്പിക്കുന്നു. കുടുംബ സമാധാനമില്ലാതെ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. രോഗാവസ്ഥയില് വെന്റിലേറ്ററിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. ആശുപത്രിയിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവേ, വാർദ്ധക്യ രോഗത്തിൽ വിഷമിക്കുന്നവരെ സമർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉടമ്പടിയിൽ സമർപ്പിക്കട്ടെ. ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനം നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പവും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ ശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. സഹോദരങ്ങളെ, ഉടമ്പടി ചെയ്തവര്, ഉടമ്പടി ചെയ്ത കാര്യങ്ങൾ, പ്രാർത്ഥന ആവശ്യങ്ങൾ ഇപ്പോഴും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഭക്തിയോടെ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പ്രതിഷ്ഠിക്കുക, സമർപ്പിക്കുക. ഉടമ്പടി ചെയ്യാത്തവർ ഇന്നെന്തിനു വേണ്ടിയാണോ മക്കളെ ആരാധനയ്ക്ക് വന്നിരിക്കുന്നത്, നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന ആ ജീവിത ആവശ്യം പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ. കർത്താവായ ദൈവമേ, അനുഗ്രഹങ്ങൾ ചൊരിയുന്നവനെ, കർത്താവേ, ഈ ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ, ഞങ്ങളുടെ ജീവിത അഭിലാഷങ്ങൾ കർത്താവേ, ഇപ്പോൾ ലൈവ് സ്ട്രീമിലൂടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ജീവിത നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ, ഈ ആരാധന പങ്കുചേരുന്നവരെ, അവിടെ എല്ലാ നിയോഗങ്ങളുടെ പേരും അനുഗ്രഹം വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ വീശിക്കൊണ്ട് ആവേ മരിയ, ആവേ 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 മരിയ. ഒരുമിച്ച് ഭക്തിയോടെ ആവേ 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 മരിയ, ആവേ 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 മരിയ. മക്കളെ, കുറച്ച് സമയം സ്തുതിക്കാനും ഞങ്ങളിവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല. നിങ്ങൾ സ്വന്തമായിട്ട് സ്തുതിക്കുകയോ പ്രാർത്ഥിക്കുകയോ കണ്ണീരോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വ്യാപരിക്കുകയോ ചെയ്യണം. സ്വന്തമായി പ്രാർത്ഥിക്കുക, കണ്ണീരോടെ പ്രാർത്ഥിക്കുക, കണ്ണീരോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട്, വിദൂരങ്ങളിൽ ഇരുന്നു കൊണ്ട് ലൈവായി മൊബൈലിൽ ഈ ധ്യാനം കൂടുന്ന മക്കൾ, അവരെയും അൾത്താറയിൽ ഓർക്കുന്നു. കണ്ണീരോടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ഇപ്പോൾ നിങ്ങളെ സ്പർശിക്കാം, നിങ്ങളെ സാന്ത്വനപ്പെടുത്തും. നിങ്ങൾ കർത്താവിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്, അകലെ അല്ല. കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ, കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. നീ കരയുകയാണ്, നിന്റെ ദൈവത്തിന് തോന്നട്ടെ. നിന്റെ ജീവിതത്തിൻ്റെ ഒരു സങ്കട സമയത്ത് നീ കർത്താവിൻ്റെ മുമ്പിൽ കരയുകയാണെന്ന് ഈശോ അറിയട്ടെ. ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കളും കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നിന്നെ സ്പർശിക്കുന്ന സമയമാണ്.
പ്രൈസ് ദി ലോർഡ്. ശാന്തമായിരിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്തൃസന്നിധാനത്തിലാണ് നമ്മളിരിക്കുന്നത്. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട അതിപരിശുദ്ധമായ അൾത്താരയുടെ ബലിപീഠത്തിൽ ഈശോയുടെ ജീവസാന്നിധ്യം നൽകുന്ന സ്വർഗീയ സന്നിധാനത്തിലാണ് കർത്താവിൻ്റെ വചനം പങ്കുവെക്കാൻ പോകുന്നത്. കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന അങ്ങയുടെ ഉള്ളിലിരിപ്പ് അതുപോലെ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. സമീപസ്ഥര്, വിദൂരസ്ഥര്, സങ്കടങ്ങളിരിക്കുന്നവരെല്ലാവരെയും കർത്താവെ ആശ്വസിപ്പിക്കണമേ. അമ്മയെ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് 6 ഉടമ്പടി ധ്യാനമാണുള്ളത്. 24 ഉടമ്പടി പ്രാർത്ഥനകൾ. ഉടമ്പടി ധ്യാനത്തിൻ്റെ ഇതാണ് ഉടമ്പടി ധ്യാനം. ഉടമ്പടി പ്രാർത്ഥന ചെയ്തവരെ ആ ഉടമ്പടി പ്രാർത്ഥനയുടെ അന്തസ്സത്ത് എന്ന് പറയുന്നത് വിശുദ്ധീകരണത്തിലൂടെ ശക്തീകരണമാണ്. അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആത്മാവ്. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. നമ്മൾ ഈ കേട്ട സാക്ഷ്യങ്ങളെല്ലാം അത്ഭുതങ്ങളാണ്. പല കാര്യങ്ങളും അത്ഭുതങ്ങളെന്ന് പറയുന്നത് മിറക്കിൾസാണ് ശരിക്കും. ഇപ്പം നാനാജാതി മതസ്ഥര് ദൈവത്തിൻ്റെ മക്കളെ കർത്താവിൻ്റെ ആലയത്തിൽ കയറി സാക്ഷ്യം പറഞ്ഞ് നിങ്ങൾ അപ്പോഴത് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കണം, കർത്താവേ, എനിക്കും ഒരു നാൾ അമ്മസന്നിധാനത്തിൻ്റെ ഈ അൾത്താറയിൽ കയറി ദൈവത്തെ മഹത്വപ്പെടുത്താൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥിക്കുക, കർത്താവേ, എനിക്കും ഒരു നാൾ ദൈവസന്നിധാനത്തിൻ്റെ അൾത്താറയിൽ കയറി ദൈവത്തെ മഹത്വപ്പെടുത്താൻ എന്നെ അനുഗ്രഹിക്കണമേ. അപ്പം അത് പല സഹോദരങ്ങൾ സാക്ഷ്യം പറയാൻ ഇവിടെ കൗൺസിലിംഗ് കഴിയുമ്പോൾ അത് നമ്മളതിൻ്റെ അവരുടെ വിഷയങ്ങൾ കേട്ട് കഴിയുമ്പോൾ ചില സമയത്ത് എനിക്ക് തോന്നും ഇത് ഇപ്പോഴെങ്കിലും ഇത് നടക്കത്തില്ലെന്ന് തോന്നും. അപ്പോൾ ഇപ്പോഴെങ്കിലും ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഉടമ്പടിയുടെ പ്രിൻസിപ്പിളിന് എതിരാണത്. ഉടമ്പടി എന്ന് പറയുന്നത് സമയമായില്ലെങ്കിലും അമ്മ ഇടപെട്ട് സമയം കുറിക്കുന്നതാണ് ഉടമ്പടി. പക്ഷേ മനുഷ്യൻ്റെ ബുദ്ധി വെച്ച് നോക്കാനാണെങ്കിൽ ഇത് നടക്കത്തില്ല. എപ്പോഴും അച്ഛൻ നിങ്ങളോട് പറയും മിനിമം പരിശുദ്ധാത്മാവിനെ കീപ്പ് ചെയ്യണമെന്ന്. എപ്പോഴും, അതായത് അങ്ങനെ ചെയ്താൽ പരിശുദ്ധാത്മാവ് ഉടനെ ആലോചന തരും, അടുത്ത വഴി എന്താണെന്ന് പറയും. ഇപ്പം നമുക്ക് ഡെഡ് എൻഡാണെന്ന് വിചാരിച്ചോ? ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നെ വളരെ വല്ലാണ്ട് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് മനുഷ്യൻ്റെ സാമ്പത്തിക കടങ്ങളാണ്. കാര്യം, ക്യാൻസർ രോഗങ്ങൾ സുഖപ്പെടുന്നതും ജോലി കിട്ടുന്നതുമൊക്കെ ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട എപ്പോഴും ഒത്തിരി കേൾക്കണ സാക്ഷ്യങ്ങളാണ്. അപ്പോഴും ഒരു 2 കോടി കടം, 1 കോടി കടം, അല്ലെങ്കിൽ 40 ലക്ഷം കടമെന്ന് പറയുമ്പോൾ അവർക്കിനി വിൽക്കാനൊന്നുമില്ല, കിട്ടാനുള്ള മാർഗവുമില്ല. അപ്പോൾ ഡെഡാവും സംഭവം. ഡെഡായി കഴിയുമ്പോൾ നമുക്ക് ബുദ്ധി കൊണ്ട് ആലോചിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇവർ രക്ഷപ്പെടുത്തണമെന്നോ പ്രാർത്ഥിച്ചാൽ മെസ്സേജ് കിട്ടാതെ വരുമ്പോൾ ഇവർക്ക് പരിഹാരമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാകും. അപ്പം ഞാനെന്ത് ചെയ്യും?
ഞാൻ അൾത്താറയിൽ നിന്നുകൊണ്ട് തന്നെ, കാര്യം അൾത്താറയിലാണ് ഇപ്പോൾ കൗൺസിലിംഗ് നടത്തുന്നത്. എന്താ കാര്യം? കർത്താവിൻ്റെ അടുത്ത് നിർത്തി നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് തൊട്ട കൈക്ക് കർത്താവിൻ്റെ കയ്യിൽ അഭയം പ്രാപിക്കാൻ ഒരു മാനസികമായ കാലാവസ്ഥ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ പറയും, ഈശോ ഇതെന്ത് ചെയ്യും? ഇവരോട് നമ്മൾ എന്ത് പറഞ്ഞ് ഇവരെ പറഞ്ഞു വിടും? കാര്യം ദൈവത്തിൻ്റെ പുസ്തകത്തിലുള്ളതാണ് വെറും കൈയോടെ പറഞ്ഞു വിടരുതെന്ന്. വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ വഴി തളർന്ന് വീഴുമെന്ന്, അല്ലേ? അങ്ങനെയല്ലേ കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്? അവരെ വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ അവരെ വഴി തളർന്ന് വീഴും. അത് ഈശോ ആഗ്രഹിക്കുന്നില്ല. ജീവിത വഴിയിൽ നിങ്ങൾ തളർന്നു വീഴാൻ ആഗ്രഹിക്കാത്ത കർത്താവാണ് അൾത്താറയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. കൈ അടിച്ച് കർത്താവ് നന്നായി സ്തുതിക്കട്ടെ, നന്നായി പാടട്ടെ. കർത്താവേ, ഞങ്ങളെ വെറുക്കയോടെ പറഞ്ഞു വിടരുതേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായത് അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പറയാം എന്ന് പരിശുദ്ധ അമ്മ വഴി ഈശോനെ അറിയിക്കാൻ പറയും. അപ്പം ഞാൻ അവരോട് പറയും, നിങ്ങൾ അവിടെ പോയി എന്നുകൊണ്ട് അമ്മയോട് പറ, സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറയും. നമ്മുടെ മുമ്പിൽ വഴിയില്ല, പക്ഷേ സാക്ഷ്യം ഒരു വഴിയാണ്. നമ്മുടെ മുമ്പിലൊരു വഴിയില്ല, പക്ഷേ ഞാൻ പഠിച്ചത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഇത്രയും വലിയ കടങ്ങളുടെ മുമ്പിൽ ഞാൻ നിസ്സഹായനായി വരുമ്പോൾ, മെസ്സേജ് അതിന് ഡ്രോ ചെയ്യാതെ വരുമ്പോൾ, ഞാൻ അങ്കനാപ്പോടുകൂടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ, കാര്യം കർത്താവിനോട് നമുക്ക് എന്തും പറയാം. കാര്യം വഴി മുട്ടുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരാൾ കർത്താവാണ്. എന്താണ്? ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ഞാനെന്നാ പറഞ്ഞത്, അല്ലാതെ ബൈബിളാണെന്ന വിശ്വാസമാണെന്ന ഒന്നും അല്ല പറഞ്ഞത്. ഞാൻ എന്നാ പറഞ്ഞത്, വ്യക്തിയാണ്. അപ്പം ഞാനെ സംബന്ധിച്ചിടത്തോളം ഈശോ എന്താ പറഞ്ഞത്? എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാൽ ഞാൻ അവിടെ ഉണ്ടായിരിക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മത്തായിയുടെ 18:20 ഞാൻ അവിടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ വചനങ്ങളാണ് പിന്നീട് കുറച്ചുകൂടി വ്യക്തമാക്കിക്കൊണ്ട് കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. അപ്പം നമ്മൾ 28 വരുമ്പോൾ, 28:20 വരുമ്പോൾ ഞാൻ ഉണ്ടായിരിക്കും. 18:20 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 18:20 പറഞ്ഞത് എന്താണ്? കൂട്ടായ്മ കൂടിയ ഞാൻ അവിടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു, അല്ലേ? ഇപ്പം കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. ഇപ്പം ദിവ്യകുർബാന വെക്കുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയാമോ? ഇപ്പം ഞാൻ അവിടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞാലും നമ്മൾ വല്ല ദൈവത്തിനെ മാനിക്കാത്ത രീതിയിൽ വിശുദ്ധിയില്ലാതെയൊക്കെ ജീവിക്കുകയാണെങ്കിൽ കർത്താവ് അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഉണ്ടാകും, പക്ഷെ നമുക്കത് അനുഭവവേദ്യമാകത്തില്ല, ഇല്ലേ? കർത്താവ് ഉണ്ടാവും, കാര്യം കർത്താവിൻ്റെ വാഗ്ദാനമാണ്. പക്ഷേ നമുക്ക് അനുഭവവേദ്യമാകണ്ടേ? വിശുദ്ധി കുറഞ്ഞു വരുമ്പോൾ അതനുസരിച്ചിട്ട് കർത്താവിനോടുള്ള സ്നേഹം കുറഞ്ഞു വരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും നമുക്കത് അനുഭവവേദ്യമാകണമെന്നില്ല. ഇപ്പം പനിയുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ഭക്ഷണങ്ങൾ കഴിച്ചാൽ മധുരമുണ്ടാകുമോ? അല്ല, രുചി ഉണ്ടാകത്തില്ല. കാര്യം നമ്മൾ കഴിക്കണ സത്യമാണ്, പക്ഷേ നമുക്കത് അനുഭവപ്പെടുന്നില്ല. കാര്യം എന്താണ്? നമുക്ക് പനിയാണ്, ഇല്ലേ? കേക്ക് കഴിച്ചാലും ചോറും കറിയും കഴിച്ചാലും നമ്മുടെ നാക്കിനൊരു രുചിയില്ല. എന്താ? പനിയായതുകൊണ്ടാണ്. അപ്പം ദൈവത്തിൻ്റെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും നമുക്കത് രുചിഭേദമനുസരിച്ച് അനുഭവവേദ്യമാകണില്ല. കാര്യം നമുക്ക് പനിയുള്ളത് കൊണ്ടാണ്. ഈ സഭയിലുള്ള കർത്താവിൻ്റെ പൊതു സാന്നിധ്യത്തിൻ്റെ ഒരു കുഴപ്പം അതാണ്. മനസ്സിലായില്ലേ? എന്താ കാര്യം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വാഗ്ദാന പ്രകാരം അച്ചിട്ടതാണ്, പക്ഷേ വി മേ നോട്ട് ബി ഏബിൾ ടു ഫീൽ ഇറ്റ്. നമുക്കത് അനുഭവവേദ്യമാകണമെന്ന് നിർബന്ധമില്ല,
എന്താ കാര്യം? നമുക്ക് പനിയാണ്. ആത്മാവിന് പനിയാണെങ്കിൽ, പാപാവസ്ഥയിലാണെങ്കിൽ, ദൈവസ്നേഹം കുറവാണെങ്കിൽ, ദൈവത്തെ അനുഭവിക്കാൻ തീവ്രത കുറയും. അതിനുള്ള ഒരു മാർഗമാണ് ഐ വിൽ ബി വിത്ത് യു അണ്ടർ ദി ലാസ്റ്റ്. അന്ത്യം വരെ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പല അഷുറൻസ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 14:6 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. മത്തായി 18:20 മത്തായിയുടെ സുവിശേഷം എന്താ പറയണത്? ഐ വിൽ ബി വിത്ത് യു അണ്ടർ ദി ലാസ്റ്റ്. അന്ത്യം വരെ ഞാൻ കൂടെ ഉണ്ടാകും. അപ്പം ഞാൻ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ വചനത്തിൻ്റെ കൂടെയാണ് ഇത് എൻ്റെ യഥാർത്ഥ ശരീരമാണെന്ന് ദിവ്യകുർബാന സ്ഥാപിച്ചുകൊണ്ട് ഈശോ അപ്പത്തെ എടുത്ത് വാഴ്ത്തിയിട്ട് പറഞ്ഞത്. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്താൽ എൻ്റെ യഥാർത്ഥ സാന്നിധ്യം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന്. കൈ അടിച്ച് കർത്താൻ അവസാന നിമിഷം വരെ കർത്താവേ അങ്ങയുടെ വചനവും അങ്ങയുടെ സാന്നിധ്യവും ഞങ്ങൾക്ക് കരുത്തും ശക്തി പകരണമേ. ഞങ്ങളുടെ ജീവിതത്തെ ആശീർവദിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വചനം കേൾക്കുമ്പോൾ സ്നേഹത്തോടെ കേൾക്കണം. കാര്യം നമ്മൾ ഉടമ്പടി ധ്യാനത്തിൻ്റെ മർമ്മത്തിലേക്കാണ് നമ്മൾ വരണത്. പഠിക്കെ കൊണ്ടുപോയി കുട ഉടക്കരുത്. വണ്ടി 4 മണിക്കാണ് 3 മണിക്കാണെന്നൊന്നും ഇത് പ്രസക്തമല്ല വിഷയങ്ങൾ. ഇവിടെ നിന്നൊക്കെ ആൾക്കാർ പോണത്, ഇപ്പോൾ കൗൺസിലിങ്ങിന് പോണത് 9 മണിക്ക് രാത്രിയാണ്, 8 മണിക്കൊക്കെയാണ് പോണത്. ഇനി അത് കൂടുകയേ ഉള്ളൂ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത് 4:30 വരെയാണ് ശുശ്രൂഷ. ഈ 4:30 വരെ അച്ഛൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുമ്പോഴും ഞാൻ ചോദിക്കും, വചനം എത്ര മണി വരെ കേട്ടെന്ന് ചോദിക്കും. കർത്താവ് എന്നെ ചോദിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തോ കുഴപ്പമുണ്ടെന്ന് എൻ്റെ അർത്ഥം. ചില ആൾക്കാർക്ക് ഉച്ചക്കൊക്കെ പോകത്തില്ലേ, ഇങ്ങനെ ഒപ്പിച്ചിട്ട് പോകത്തില്ലേ? ആ ഒപ്പിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ കാര്യം അതുപോലെ ഒപ്പിച്ച് തന്നെ ഇരിക്കുമോ? കാര്യം നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ല. നിങ്ങൾക്കിതിനേക്കാൾ കർത്താവിനേക്കാൾ വേറെ എന്തോ ജ്വരമാണ്. അതാണ് പ്രശ്നം വരണത്. നമ്മളെ ദൈവത്തെ കൊണ്ട് നമ്മളെ തൂക്കിപ്പിക്കരുത്. ആരും പോയെന്നല്ല പറയണത്, പക്ഷേ നിങ്ങളെ ശ്രദ്ധിക്കണം. ആ വിഷയം, ഓരോ വിഷയവും ദൈവതിരുസന്നിധി വരുമ്പോൾ ഓരോ കാര്യവും ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിസ്സാരമാകാം, നിസ്സാരമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാര്യം കർത്താവിൻ്റെ ഒരു രീതി നിസ്സാര കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളാണ്. ഇപ്പോൾ ഒരു വിധവ ചില്ലിക്കാശിട്ടില്ലേ, അത് നോക്കി ഉടനെ ചില്ലിക്കാശ് ഒരു പൈസയുടെ തുട്ടാനിട്ടത്, അത് ഉടനെ ശ്രദ്ധിച്ചിട്ട് ഉടനെ എഴുന്നേറ്റ് അവിടെ നിന്ന് എന്നിട്ട് പറഞ്ഞ് ഇപ്പം എന്താ സംഭവിച്ചെന്നറിയാമോ? ആ വിധവയാണ് അവർ ചില്ലിക്കാശിട്ടിരിക്കുകയാണ്. എന്നിട്ട് പറയണത് അതുകൊണ്ട് അവർക്ക് നത്താനം കഴിക്കാനുള്ളതാണ്, അതാണ് ഇട്ടിരിക്കണമെന്ന് പറയും. അപ്പം നീ എന്ത് ചെയ്യണമെന്ന് മാത്രമല്ല നോക്കണത്, നിൻ്റെ അവസ്ഥ ഏതവസ്ഥ ചെയ്യുന്നതുകൊണ്ടാണ് നീ ചെയ്യണമെന്ന് നോക്കും. നിൻ്റെ ചിലർ പറയല്ലേ, എൻ്റെ ദൈവം ഒരു ജീവിത പങ്കാളിയെ തന്നിട്ടില്ലേ, അതുവരെ പ്രഷർ അടിച്ച് കിടക്കുകയാണ്, എൻ്റെ മലവുമൂത്രം വീട്ടിലാണ്, ഞാൻ അദ്ദേഹത്തിന് ഇട്ടുകൊണ്ടാണ് വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ, അപ്പം ചിലർ പറയും അയ്യോ രോഗം പിടിച്ച് കിടക്കണ ഭർത്താവിനെ നോക്കണതല്ലേ ഏറ്റവും വലിയ കാര്യമെന്ന്. അത് നമ്മൾ ശ്രദ്ധിക്കണം. പൊട്ടിപ്പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യും. ആ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു നിമിഷം നിൻ്റെ കർത്താവിനെ ഓർക്കുമ്പോൾ ഭർത്താവിനെ ഈശോയ്ക്ക് ഏൽപ്പിച്ചിട്ട് പോകാനുള്ള വിശ്വാസം ഉണ്ടാകണം. ഞാൻ വരണവരെ ഈ മനുഷ്യന് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലെന്ന് നീ ഈശോനെ വിശ്വസിച്ചാൽ ആ മനുഷ്യന് കുഴപ്പം ഉണ്ടാകത്തില്ല. കാര്യം വിശ്വാസം, ഈ യാത്ര എന്ന് പറയുന്നത് വിശ്വാസ യാത്രയാണ്. ഇപ്പം നിനക്ക് എന്തെങ്കിലും ക്ലേശം ഉണ്ടായി, ഈ ക്ലേശങ്ങൾ നിന്നുകൊണ്ട് നീ എന്ത് ചെയ്യണം എന്നാണ് പ്രശ്നം. നീ എന്ത് ചെയ്യണം എന്നല്ല, എന്ത് ചെയ്തു എന്നുള്ള, ഏത് സാഹചര്യത്തിൽ ചെയ്തെന്നാണ് പ്രശ്നം. അതാണ് വിധവയോട് പറയണത്. അവളൊരു ചില്ലിക്കാശാണ് ഇട്ടിരിക്കണത്, പക്ഷേ ചില്ലിക്കാശല്ല പ്രശ്നം, അവൾക്ക് ഇന്ന് അത്താഴം കഴിക്കാനുള്ള കാശാണതെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നീ ഏത് സാഹചര്യം അതിലാണ് നീ കർത്താവിൻ്റെ അടുത്ത് കാണിക്കുന്ന ഭക്തി, കർത്താവിനോട് കാണിക്കുന്ന വിശ്വാസം, അത് അളക്കപ്പെടും. അതുകൊണ്ടാണ് 6:36 പറയണത്,
നീ ദൈവത്തെ വിശ്വാസം കൊണ്ടും ജീവിത സാഹചര്യത്തെ പരിമിതി കൊണ്ടും കർത്താവിനെ നീ തിരിച്ച് അളക്കരുതെന്ന് അച്ഛൻ എപ്പോഴും പറയും. കാര്യം എന്താണ്? അതുപോലെ അളന്നു വരും. നമ്മളാണ് നമ്മുടെ അനുഗ്രഹം താമസിപ്പിക്കുന്നത്. നമ്മുടെ സത്യസന്ധതയില്ലായ്മയും ആത്മാർത്ഥക്കുറവ്. ഇപ്പോൾ റംല എന്നും പറഞ്ഞൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞില്ലേ, അവർ അക്രൈസ്തവ സഹോദരിയാണ്. പക്ഷെ അവരുടെ വിഷയം എന്താ? അവരുടെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുക. ആളെ തിരിച്ചു വരാൻ പോയേ. റംല എന്താ ചെയ്യണത്? ഈ പത്രം വാങ്ങിച്ച് അപ്പോൾ ഇവിടെ ചോദിച്ചു, റംല എങ്ങനെയാണ് ഈ പത്രം കൊടുക്കണത്? പള്ളി കൊണ്ടേ വെക്കുമോ? ഇല്ല, ഞാൻ ഓരോ വീട്ടിലും കൊണ്ടു നടന്ന് കൊടുക്കും. അവരത് പറഞ്ഞില്ലല്ലോ സാക്ഷ്യത്തിൽ, ഞങ്ങളത് ചോദിച്ചായിരുന്നു. പെട്ടെന്നാണ് ആ കാര്യങ്ങൾക്ക് മറുപടി ഉണ്ടാകണത്. അതായത് വിത്തിൻ 6 അവേഴ്സാണ് ആ ജോലി, നഷ്ടപ്പെട്ട ജോലി അയാൾക്ക് തിരിച്ചു കിട്ടിയിട്ട് അയാൾ നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ട ആളാണ്. പരിശുദ്ധ അമ്മ അവളെ പിടിച്ചു നിർത്തി. കാരണം നിൻ്റെ ഭാര്യ ഇവിടെ പ്രേക്ഷിത വേല ചെയ്യുന്നുണ്ടെന്ന്. ഭാര്യയുടെ പ്രേക്ഷിത വേലയിലാണ് ഭർത്താവിനെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ കാര്യം? ഈ പ്രേക്ഷിത വേല എന്ന് പറയുന്ന ഉടമ്പടി ധ്യാനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? സാക്ഷ്യമാണ് ശരിക്കും. കാര്യം സാക്ഷ്യം എപ്പോഴാണ് വരേണ്ടത്? ഇപ്പോൾ ഈ ബിഷപ്പിൻ്റെയൊക്കെ കേസ് ഉണ്ടായില്ലേ, ഇന്ന് ഞാൻ പറയണേ, ഇന്നും സത്യം അറിയത്തില്ല. ഇവിടെ ഭരിക്കണത് മീഡിയയാണ് ശരിക്കും. മീഡിയ കരുതിക്കൂട്ടി ഒരാളകത്താക്കണമെന്ന് വിചാരിച്ചാൽ മാധ്യമങ്ങളുടെ കൂടെ കൂടാൻ അനേകം മനുഷ്യരുണ്ട്. അപ്പോൾ അസത്യം ചില സമയത്ത് സത്യത്തിൻ്റെയും നീതിയുടെയും വേഷമെടുത്തണിയും. അതാണല്ലോ സുപ്രീം കോടതിയിൽ സംഭവിച്ചത്. കോടതിയെ വിമർശിക്കണമെന്നും കരുതണ്ട, പക്ഷെ കോടതിയുടെ ചെയ്ത്തുകൾ കൊണ്ട് ഇവിടെ നന്മ പുലരാനായോ എന്ന് കോടതി ആത്മശോധന ചെയ്യേണ്ടതാണ്. എനിക്ക് ഇവരൊക്കെ കറുത്ത കോട്ടിട്ടുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ ചില സമയത്ത് ഓർക്കും, ഇവർക്ക് പറ്റിയ വേഷമാണല്ലോ എന്ന്. അല്ലെങ്കിൽ പിന്നെ ആണുങ്ങളും തമ്മിൽ ലൈംഗിക കൃത്യം ആയിക്കൊള്ളാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള ഗുണം പട്ടികൾ പോലും ചെയ്യാത്ത പണിയാണ്. പട്ടികൾ പോലും ചെയ്യത്തില്ല ഇവിടെ, മൃഗങ്ങൾ ചെയ്യത്തില്ല. മൃഗങ്ങൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ മനുഷ്യൻ ചെയ്തോളാൻ പറഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി. അപ്പം തിന്മകൾ എന്തുമാത്രം ഉള്ള വിളക്കുകളെല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ടും തന്നെത്താൻ കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്താ പറയണത്? വിവാഹം കഴിച്ചിട്ട് വേണമെങ്കിൽ വേറെ പുരുഷന്മാരുടെ അടുത്ത് പോകാം, അല്ലെങ്കിൽ സ്ത്രീകളുടെ അടുത്ത് പോകാം. നിയമത്തിൻ്റെ സാധു കിട്ടിയിരിക്കുകയാണ്. അല്ലാതെ തന്നെ ഇവിടെ ഈ റിസോർട്ടുകളും അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ എല്ലാം അവിടെ അടിച്ചു വരാൻ ചെല്ലുന്ന സഹോദരികൾ വന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടം തോന്നും അവിടുത്തെ കഥയും കച്ചവടം കേട്ടാൽ. പിന്നെ ഇപ്പം അതിനൊക്കെ ഒരു നിയന്ത്രണം ഇല്ലാതെ വരും. ഒരു നിയന്ത്രണം ഉണ്ടാകത്തില്ല. ഒരു നിയന്ത്രണമില്ലാതെ തിന്മ പെരുകാൻ വേണ്ടി ഉള്ള നന്മ പുലരാനും തിന്മ പെരുകാനും ലൈംഗിക അരാജകത്വം, കുടുംബ തകർച്ച, ലൈംഗിക അരാജകത്വം കുടുംബ തകർച്ചയും ഉണ്ടാകുന്ന രീതിയിൽ സമൂഹം ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലൈംഗിക അരാജകത്വവും കുടുംബ തകർച്ചയും സുപ്രീം കോടതിയുടെ സ്പോൺസർഷിപ്പിലും സർക്കാരിൻ്റെ ഒത്താശയിലുമൊക്കെ ഒരു സമൂഹത്തിൽ വളരുമ്പോൾ വിശ്വാസി എന്താ ചെയ്യേണ്ടത്? ഇതുപോലെയുള്ള അരാജകത്വങ്ങൾ സമൂഹത്തിൽ പെരുകുമ്പോൾ തിന്മ ഏതാണെന്ന് നന്മ ഏതാണെന്ന് അറിയാൻ പാടില്ലാതെ മനുഷ്യൻ കുഴങ്ങുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് കർത്താവിൻ്റെ വചനം പറയണത്? നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കണമെന്ന്. അതാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ പറയണത് 21-ാം അധ്യായത്തിൽ. സ്തുതിയുടെ ഹല്ലേലൂയ. 21:13. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വചനബോധ്യം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, വചനത്തെ സാക്ഷിയായി ജീവിക്കാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും, ഭീകര സംഭവങ്ങളും ആകാശത്ത് വലിയ അടയാളങ്ങളും. ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവിടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളും നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങൾ ഇത്
നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് സമൂഹത്തിലെ ഞെരുക്കങ്ങൾ വർദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നന്മയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യതകൾ പരുങ്ങലിലാകുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിളക്ക് എന്താണ്? സാക്ഷ്യത്തിൻ്റെ വിളക്കാണ്. എന്താണ് സാക്ഷ്യം? യേശു കർത്താവാണ്, ദൈവം അവനെ മരിച്ചോട് ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാണ്. അതാണ് ഈ പത്രം കൊടുക്കുമ്പോൾ നമ്മൾ പറയാതെ പറയണത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ പത്രം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ പറയാതെ പറയണത് എന്താണ്? യേശു കർത്താവാണ് എന്ന് പറഞ്ഞേ. ദൈവം അവനെ മരിച്ചവൾ ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാണ്. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നിൻ്റെ ഭർത്താവ് മദ്യപിച്ചാലും കുടുംബത്തിലെ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ? എന്താണ്? അവരൊന്ന് ഉടമ്പടി ചെയ്തു. ഇപ്പോൾ ഒരു അമ്മച്ചിയുടെ സാക്ഷ്യമിടല്ലേ? അതായത് എൻ്റെ പേരക്കുഞ്ഞിനെപ്പോലും എൻ്റെ കയ്യിൽ തരത്തില്ലായിരുന്നു. അതിനേക്കാൾ വലിയ സംഭവങ്ങളൊക്കെ അവർ പറഞ്ഞു അല്ലേ? പോലീസ് വഴക്കും ഒരു ലോഡ് പോലീസൊക്കെ വന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തോ ഒരു കുടുംബം ഉണ്ടായി. അപ്പോൾ ആ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു, ഇത് മോശമായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ നിയമ നടപടിയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ നിയമ നടപടികളെന്ന് പറയുന്നത് സെക്യൂരിറ്റി റീസൺസ് മാത്രമാണ്. പക്ഷേ ഒരു മനുഷ്യൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ആരാണ്? അലക്സാമ. ഈശോ പറഞ്ഞില്ലേ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുവെന്ന് 7 പ്രാവശ്യം പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് 7 പ്രാവശ്യം മനുഷ്യരാശിയോട് പറഞ്ഞത് എന്താണ്? പീസ് ബി വിത്ത് യു, സമാധാനം നിങ്ങളോട് കൂടെയെന്ന്. അപ്പോൾ സമാധാനത്തിൻ്റെ പ്രഭുവിൻ്റെ അടുത്ത് വന്ന് പരിശുദ്ധ അമ്മ ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ കുടുംബത്തിലെ അടിയാണ്, വൈരാഗ്യമാണ്, പകയാണ്, പരസ്പരം സംസാരമില്ല, പരസ്പരം ഭക്ഷണമില്ല. അപ്പം കുടുംബ സമാധാനം ദൈവത്തിൻ്റെ ഒരു വലിയ സബ്ജക്റ്റാണ്. നിങ്ങൾക്കറിയാവോ? ഞാൻ ഈ സുപ്രീം കോടതിയൊക്കെ ഇത്രയും നിശ്ചിതമായ രീതിയിൽ വിമർശിക്കുന്നതിൻ്റെ കാരണം കുടുംബങ്ങൾ തകർക്കാതെ ഇരിക്കാനും സമാധാനമുള്ള കുടുംബങ്ങൾ ഉണ്ടാകണമെന്ന് ഇവിടെ ധരിച്ചതാരാ? ആഗ്രഹിച്ചതാരാണ്? ഈശോയാണ്. ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ ഓരോ കുടുംബത്തിൽ ചെല്ലുമ്പോഴും നിങ്ങൾ പറയണം ആ കുടുംബത്തിന് സമാധാനം വന്നു. 72 പേരെ പറഞ്ഞു വിട്ടില്ലേ? 2 പേരായിട്ട് ഓരോ കുടുംബങ്ങളിൽ പറഞ്ഞു വിട്ടില്ലേ? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലുണ്ട്. അപ്പം നിങ്ങൾ കുടുംബത്തിൽ ചെല്ലുമ്പോൾ പറയണം ഈ കുടുംബത്തിന് സമാധാനം വന്ന്. കുടുംബമായാൽ മാത്രം പോരാ, അവിടെ സമാധാനം ഉണ്ടാകണം. പക്ഷെ സമാധാനം എങ്ങനെ ഉണ്ടാകും? നീതിയിൽ നിന്നും സ്നേഹത്തിൽ നിന്നുമേ സമാധാനം ഉണ്ടാകത്തുള്ളൂ. മദർ തെരേസ അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടാൻ കാര്യം എന്താണ്? നീതി എവിടെയെങ്കിലും നഷ്ടപ്പെട്ട് കാണും, അല്ലെങ്കിൽ സ്നേഹം നഷ്ടപ്പെട്ട് കാണും. എന്നിട്ട് കർത്താവ് പറഞ്ഞു, സമാധാനത്തെ ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ, എന്നതിൻ്റെ അർത്ഥം അവിടെ നീതി നടക്കുന്നുണ്ടെങ്കിൽ, സമാധാനത്തെ ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ, അവിടെ സ്നേഹം പുലരുന്നുണ്ടെങ്കിൽ നീ സമാധാനം അവിടെ കുടികൊള്ളും, അല്ലെങ്കിൽ നിൻ്റെ കൂടെ തിരിച്ചു പോരുമെന്ന്. കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ടത് എന്താണ്? അമ്മയായാലും മരുമകളായാലും അപ്പനായാലും അമ്മയായാലും മക്കളായാലും നീതി ഉണ്ടാകണം. നീതിയും സ്നേഹവും കുടുംബങ്ങളിൽ പുലരുമ്പോഴാണ് കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാവുന്നത്. കാര്യം നീതി എന്ന് പറഞ്ഞാൽ എന്താ? സുപ്രീം കോടതിയിലെ നീതിയല്ല. സുപ്രീം കോടതി നാളെ കുടുംബങ്ങളിൽ കയറിയിട്ട് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ പറയും. ഞാനിതിവിടെ പറയണില്ല, കർത്താവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ നമ്മൾ വായിക്കുക. അപ്പം നമ്മുടെ നീതിബോധത്തെ അളക്കേണ്ടത് ദൈവത്തെ അറിയാത്ത ന്യായാസനങ്ങളല്ല, ആണോ? നമ്മുടെ നീതിബോധത്തെ അളക്കേണ്ടത് നീതിയുടെ പുസ്തകമാണ്. ഹോസയ എന്താ പറയണത്? നിങ്ങൾ അവിശ്വസ്തരാണെങ്കിൽ തിരിച്ചു വരണം. 12:6 ഹോസയ, നിങ്ങൾ അവിശ്വസ്തരാണെങ്കിൽ തിരിച്ചു വരണം. അപ്പോൾ വിജയകുമാർ സാറിനോട് ഞാനിത് പറഞ്ഞപ്പോൾ വിജയകുമാർ സാർ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് തിരിച്ചു വരേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹോസയ 12:6 എങ്ങനെയാണ് തിരിച്ചു വരേണ്ടതെന്ന് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സാറെടുത്ത് വായിച്ചാൽ മതിയെന്ന്. ഞാൻ പിന്നെ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. എന്ത് സംഭവം? നീതി പുലർത്തുക, നീതി നിലനിർത്തുക, സ്നേഹം പുലർത്തുക, അങ്ങനെയാണ് തിരിച്ചു വരേണ്ടത്.
നിങ്ങൾ അവിശ്വസ്തരാണെങ്കിൽ തിരിച്ചു വരാൻ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ അവിശ്വസ്തരാണെങ്കിൽ തിരിച്ചു വരാൻ. അതിങ്ങനെ ആകാശത്ത് സംസാരിച്ചിരിക്കണതല്ല, വളരെ കോൺക്രീറ്റായിട്ടാണ് ഹോസേയ സംസാരിക്കണത്. ഹോസേയ 12:6 എങ്ങനെ തിരിച്ചു വരും? നിങ്ങൾ അവിശ്വസ്തരാണെങ്കിൽ, നമ്മൾ അവിശ്വസ്തരാണെങ്കിൽ എങ്ങനെ തിരിച്ചു വരും? ഒന്ന്, നീതി നിറവേറ്റുക. രണ്ടാമത്തത് എന്താണ്? സ്നേഹം പുലർത്തുക. സ്നേഹത്തിലൂടെയും നീതിയിലൂടെയും മാത്രമേ നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അവിശ്വസ്ത പരിഹരിക്കുവാണെന്ന്. വെറുതെ തിരിച്ചു വരാൻ പറ്റത്തില്ല, വെറുതെ തിരിച്ചു വരാൻ പറ്റത്തില്ല. നമുക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നീതി നിറവേറ്റണം. അപ്പം മക്കളുള്ള നീതി നിറവേറ്റണം, മക്കൾ അപ്പനോടുള്ള നീതി നിറവേറ്റണം. നിറവേറ്റാതെ ഇവിടുത്തെ പ്രശ്നം എന്താ? തിരിച്ചു വരാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, നിൽക്കണപാട് നിന്നുകൊണ്ട് ആണ് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലായ? അതാണ് ഒരു കുഴപ്പം. കാര്യം ദൈവത്തിന് എപ്പോഴുള്ള, ഇപ്പോൾ ഈശോ ഉണ്ടല്ലോ ഇവിടെ, അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം, അതായത് ദൈവം ഒരിക്കലും നമ്മളിൽ നിന്ന് അകന്നു പോകത്തില്ല. പോകുമോ? ഞാൻ നിങ്ങളെ ഒരു കാലവും വിട്ടുപിരിയത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? കർത്താവിൻ്റെ വാഗ്ദാനമാണ്. എന്താണെന്ന് പറഞ്ഞ്, ഞാൻ നിങ്ങളെ ഒരു കാലവും വിട്ടുപിരിയത്തില്ല. അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ ഒരു കാലവും വിട്ടുപിരിയത്തില്ല, മറക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഐസയ്യാ 15:49-15 വായിക്കുമ്പോൾ, ഐ ഹാവ് കാവ്ഡ് യു ഔട്ട് ഇൻ മൈ പാ, ഞാൻ നിങ്ങളെ എൻ്റെ ഉള്ളം കയ്യിൽ കൊത്തിവെച്ചിരിക്കുകയാണ്. എന്തിനാണ്? എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനാണ്. അത്രയും അമീക്കബിളായിട്ടാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. അപ്പം ദൈവം വിട്ടുപിരിയണ പ്രശ്നമില്ല. മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കണം. ദൈവം അകന്നു പോകത്തില്ല നമ്മുടെയൊക്കെ ഒന്ന്. പിന്നെ ആരാ അകന്നു പോണത്? നമ്മൾ അകന്നു പോകും. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ അകന്നു പോകണമെങ്കിൽ പിന്നെ തിരിച്ചു വരേണ്ടത് ആരാ തിരിച്ചു വരേണ്ടത്? നമ്മളാണ് തിരിച്ചു വരേണ്ടത്. ഇപ്പം ധൂർത്തപുത്രൻ അകന്നു പോയില്ലേ? ഇല്ലേ? അയാളെല്ലാം വാങ്ങിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് അയാൾ പോയി. 15:13 ലൂക്കായുടെ സുവിശേഷം. അയാൾ 15:18 തീരുമാനമെടുത്ത്, എന്താണ്? ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുമെന്ന്. അപ്പം പോയ ആൾക്കാരല്ലേ തിരിച്ചു വരേണ്ടത്? ഉറപ്പല്ലേ? ലൂക്കായുടെ സുവിശേഷത്തിൽ 15:3 ദൂതപുത്രനാണ് പോണത്, പിതാവിനെ ഇട്ടച്ചും പോണത്. ഇപ്പോൾ തിരിച്ചു വരേണ്ടത് ആരാണ്? പിതാവാണ്, പുത്രനാണ്? പുത്രൻ തിരിച്ചു വരണം. ആ തിരിച്ചു വരാൻ വേണ്ടിയാണ് ഹോസേയ വിളിക്കണത്. 12:6 എന്താ വിളിക്കണത്? നീ തിരിച്ചു വരണം. എങ്ങനെ തിരിച്ചു വരും? നീ നീതി പാലിക്കണമെന്ന്. പിന്നെ എന്താ? നീ സ്നേഹം പുലർത്തണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയെ, നീതി പാലിച്ചുകൊണ്ട്, സ്നേഹം പുലർത്തിക്കൊണ്ട് തിരിച്ചു വരാൻ സഹായിക്കണമേ. ഹല്ലേലൂയ. നീതി പാലിച്ചുകൊണ്ട്, സ്നേഹം പുലർത്തിക്കൊണ്ട് തിരിച്ചു വരാൻ സഹായിക്കണമേ. അല്ലാതെ കേവല ദുഃഖം കൊണ്ട് നടക്കത്തില്ല പരിപാടി. കേവല ദുഃഖമില്ലേ? നമ്മൾ ഹോസേയ ഹെബ്രായിലൊക്കെ വിളിക്കുന്ന 11:18 കേവല ദുഃഖം എന്താണ്? 12:17 കേവല ദുഃഖം വെച്ചാൽ പാപത്തെക്കുറിച്ച് ഏശാവിന് കേവല ദുഃഖമുണ്ടായി. ഇപ്പം നീ ഇപ്പോഴ് ഭർത്താവിനെ ഇട്ടിട്ടുണ്ട്. ചില ആൾക്കാർ അവർ പഠിച്ച് നേഴ്സിംഗാണ് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ അമ്മയുടെ വർത്തമാനം കേട്ടിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കി അമ്മയുടെ അടുത്ത് വീട്ടിൽ പോയ ശേഷം അവിടെ നിന്ന് പിന്നെ ഇറ്റലിയിൽ അതുപോലെ തന്നെ കാനഡയിലൊക്കെ പോകും. പിന്നെ ഭർത്താവിനെ വിളിക്കത്തുമില്ല. അവൾക്ക് നല്ല ശമ്പളമാകും, മക്കളെ ഞൊട്ടിയെടുത്തുകൊണ്ട് അവൾ ജീവിക്കും. എന്താ? കാശില്ല ജീവിക്കാൻ. നിയമത്തിന് അവളെ ഫോണിൽ അമേരിക്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവളെ ഫോൺ വിളിച്ചാൽ മതി, അവൾ അപ്പം തന്നെ പോലീസിനെ വിളിക്കും. ഭർത്താവിനെ ഒന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. എത്രയോ ഭാര്യമാരാണ് നിഷ്കളങ്കരായിട്ടുള്ള ഭർത്താക്കന്മാരെ ജയിലിലിട്ടിരിക്കണത്, ഇല്ലേ? തിരിച്ചു വരാൻ പറ്റുമോ? ലക്ഷങ്ങളുണ്ടാകും. ഇപ്പം കുറച്ച് മുമ്പ് രാവിലെ അച്ഛൻ പറഞ്ഞില്ലേ, നമ്മളുണ്ടാക്കിയ കാശ് ഒരു പ്രളയത്തിൻ്റെ കാലത്ത് 50,000 രൂപയുടെ സാരി എനിക്ക് ഉണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞ് കേട്ടില്ലേ? ഇപ്പോൾ ഉടുത്തുകൊണ്ടിരിക്കണത് ആരാണ്ട് ഉടുത്ത് കീറിയ സാരി ആരാണെന്ന് പോലും അറിയാൻ പാടില്ലെന്ന്. മനുഷ്യൻ്റെ അവസ്ഥ ഇതാ. മനുഷ്യൻ ചിന്തിക്കണില്ല. ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണത് നല്ലതാണ്, മനുഷ്യൻ ചിന്തിക്കാൻ വേണ്ടി.
അത് ആത്മാവിനെക്കുറിച്ച് ഒരു ചിന്ത വരാനും നമ്മൾ അന്ധവൈരാഗ്യങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന ദൈവനിരോധങ്ങൾ അനുദപിക്കാനാണ്. പക്ഷെ അങ്ങനെയുള്ള അനുതാപം എന്ന് പറയണത് എനിക്ക് വിഷമമുണ്ട് അച്ഛാ എന്ന് ചില ആൾക്കാർ പറയും. ആ വിഷമം ഉണ്ടായിട്ട് കാര്യമില്ല. അത് 12:17 വിഷമമാണ്, ഹോസയായുടെ വിഷമമാണ്. കണ്ണീരോടെ അവൻ വിളിച്ചപേക്ഷിച്ചു, പക്ഷേ അവൻ തള്ളപ്പെട്ടെന്ന്. നമുക്കെന്താ വേണ്ടത്? ജീവപ്രാപ്തിക്കുള്ള അനുതാപം വേണം. 11:18 നടപടി പുസ്തകത്തിൻ്റെ അനുതാപം എന്താണത്? വിജാതിർക്ക് ദൈവം ജീവപ്രാപ്തിക്കുള്ള അനുതാപം നൽകിയെന്നാണ്. അനുതാപം ഉണ്ടായാൽ മാത്രം പോരാ, ജീവൻ പ്രാപിക്കാൻ കഴിയണം. പരിശുദ്ധാത്മാവിനെ അഭിഷേകമായി കിട്ടാൻ കഴിയണം. അതിനെന്ത് ചെയ്യണം? നീതി നിറവേറ്റണം. അതിനെന്ത് ചെയ്യണം? ഹോസേ 12:6 പോലെ സ്നേഹം പുലരണം. അത് പ്രാർത്ഥനയിലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സഹായമാണ് വേണ്ടത്. ദൈവതലേ, നീ ഉടമ്പടി ചെയ്യുമ്പോൾ, നീ തിരിച്ചു വരാൻ ആഗ്രഹിക്കുമ്പോൾ, നീ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് തിരിച്ചു വരണം. കോൺക്രീറ്റായിട്ട്, അതായത് ദൈവം ആഗ്രഹിക്കുന്ന പോലെ നീതി നിറവേറ്റാൻ തിരിച്ചു വരണം. ഞാൻ ചില പെൺപിള്ളേരോട് പറയും, മോളെ ഇതൊക്കെ ശരിയാണ്, നീ തിരിച്ചു വാ. ചെറിയ പറയും, ഞാൻ വരത്തില്ല അച്ഛാ, ഭർത്താവ് മാറി താമസിക്കാതെ ഞാൻ വരത്തില്ലെന്ന് പറയും. അവർക്ക് നന്നായിട്ടറിയാം, ഒന്നിലൊരു മകനേ ഉള്ളു, അപ്പനും അമ്മയും വയസ്സാണ്, അപ്പന് രോഗമാണ്, രോഗമുള്ള അപ്പനെയും അമ്മനും ഇട്ടുകൊണ്ട് എങ്ങനെയാണ് മാറി താമസിക്കണത്? അപ്പം അങ്ങനെ ദൈവത്തിന് നിരക്കാത്ത നിബന്ധനകൾ നമ്മൾ വെക്കുമ്പോൾ തന്നെ മനസ്സിലാകും നീ അനീതിയിലാണ് ജീവിക്കുന്നത്. നിങ്ങൾക്കറിയാവോ, മത്തായി 25:11 അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അനീതി പ്രവർത്തിച്ചാൽ അകലം കൂടുമെന്നർത്ഥം. ഒന്ന് ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്റെ ദൈവമായ കർത്താവേ, നീതിയോടെ വ്യാപരിക്കാൻ, വിശ്വസ്തയോടെ വ്യാപരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയാൽ, ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകത്താൽ കരുത്ത് പകരണമേ. യോർദാൻ നദിക്കിലിറങ്ങിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അപ്പോസ്തലഗണങ്ങൾ നിറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, പ്രവാചകന്റെ പരിശുദ്ധാത്മാവേ, കവിഞ്ഞൊഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവസാനം എന്താ ഈശോ പറഞ്ഞത്? അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിനെന്ന്. അത് വല്ലാത്തൊരു അകൽച്ചയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായം 41-ാമത്തെ വാക്യമാണ് പറഞ്ഞ, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുക. അത് ഭൂമിയിലെ വിഷയമല്ല, നിത്യതയിലെ വിഷയമാണ്. ഇവിടെ അകന്ന് താമസിക്കുന്ന ആൾക്കാർ, ഞാനൊന്ന് ചോദിക്കട്ടെ, കുഞ്ഞുങ്ങളുണ്ടായത് എങ്ങനെയാ? ഭാര്യയും ഭർത്താവും കൂടി മ്യൂച്വൽ കൺസെൻറ്റോട് കൂടിയാണല്ലോ. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചത് നിങ്ങളുടെ തമ്മിൽ പരസ്പര സമ്മതത്തോടു കൂടിയാണല്ലോ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ പുണ്യപൂർണ്ണ വളർച്ച ആടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ അപ്പനറിയാതെ ആ കുഞ്ഞ് വളർന്നത് എങ്ങനെ ചെയ്യും? അല്ലെങ്കിൽ ഭാര്യയുടെ ഒക്കെ എടുത്ത് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഭാര്യ തല്ലി ഓടിച്ചിട്ട് നിങ്ങളുടെ കൂടെ കുഞ്ഞുങ്ങളെ നിർത്തി വളർത്തണില്ലേ? എങ്ങനെയാണ് നിങ്ങൾ പുണ്യപൂർണ്ണമായ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്? കർത്താവിൻ്റെ തിരുസന്നിധി നിങ്ങൾ പ്രതിജ്ഞ ചെയ്തതാണ്. എന്താണ്? വിവാഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പുണ്യപൂർണ്ണമായി വളർത്തിക്കൊള്ളാവുന്നു. നിർഭാഗ്യവശാൽ ഈ സഭയുടെ കോഴ്സിലൊക്കെ ഇതൊന്നും പറയണില്ല. ചില ആൾക്കാരൊന്നും പറഞ്ഞ അവിടെ സെക്സിൻ്റെ ക്ലാസ്സാണെന്നും. ഞാൻ പറയും കൊള്ളാം, മത്സ്യത്തെ നീന്താൻ പഠിപ്പിക്കാൻ പോണ. ഇതൊക്കെ മനുഷ്യരോട് പറയണം. ഇതൊക്കെ മനുഷ്യന് ചൊട്ടേന്ന് 6-ാം ക്ലാസ്സുകാർക്ക് വരെ ഈ സംഭവം അറിയാം. ശരിക്കും പറഞ്ഞാൽ സഭ ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വിലയും നിത്യതയുമാണ് സഭയുടെ സബ്ജക്റ്റ്. അത് പറയാൻ കഴിയുന്നില്ലെങ്കിൽ സംഭവം പിരിച്ചു വിടണം. കാര്യം ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വിലയെന്ന് പറയണത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്തിൻ്റെ വിലയെന്ന് പറയണത് അതിലൂടെ നമ്മൾ നേടിയെടുത്ത നിത്യതയാണ്. നിത്യതയെക്കുറിച്ചാണ് നമുക്ക് ഭയം വേണ്ടത്. കാര്യം ഇവിടെ അകൽച്ച തുടങ്ങിയാൽ അകൽച്ച ഇവിടം കൊണ്ട് അവസാനിക്കത്തില്ലെന്നാണ് ഈശോ പറയണത്. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിലുള്ളത് മഹാഗരുത്തമാണല്ലോ എന്ന് 16:26 ലൂക്കായുടെ സുവിശേഷം ധനവാനോട് പറഞ്ഞതാണ്.
അയാൾ ഭക്ഷണം കഴിച്ചപ്പോൾ ഒരു ലാസർ എന്ന് പറയുന്ന ഒരു പരമദരിദ്രൻ കൂടെ ഇരുന്നപ്പോൾ അവൻ്റെ മുഖത്തോട്ട് നോക്കാതെ ഇയാൾ തിന്നുകൊണ്ടിരുന്നതാണ്. കൊടുക്കാണ്ടൊന്നും ഇരുന്നില്ല. അയാളെ കഴിക്കുന്ന സംഭവം അയാളുടെ കയ്യിലെ ഇറച്ചിയുടെ ചാറിൻ്റെ നെയ്യ് കളയാൻ വേണ്ടി തൂത്ത അപ്പക്കഷ്ണങ്ങളൊക്കെ താഴിട്ട് ഇട്ടിട്ടുണ്ട്. അതാണ് അവൻ തിന്നുകൊണ്ടിരുന്നത്. എടുത്തോളാൻ പറഞ്ഞില്ല, അവൻ തിന്നോളൂ എന്ന് വിചാരിച്ചു. അവനോടൊരു നീചമായ പെരുമാറി ഒരു ഇരിപ്പിടം ഉണ്ടായിട്ട് അവൻ്റെ പേര് വിളിച്ചില്ല, അവനോട് കയറി ഇരിക്കാൻ പറഞ്ഞില്ല. അങ്ങനെ പറയാതിരുന്ന പല കാര്യങ്ങൾക്കും ചെയ്യാതിരുന്ന കാര്യങ്ങൾക്കുമാണ് അവസാനം പറയണത് ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിലുള്ളത്. ലാസറിനെ പിന്നെ മടി വെച്ചിട്ടാണ് ദൈവം. ലാസറിനെ മടി വെച്ചിട്ട് ധനവാനോടൊരു ഒരു സംസാരമാണ്. പിന്നെ എന്താ, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിലുള്ളത് മഹാഗർത്തമാണല്ലോ എന്ന്. ദൈവമായിട്ട് ഗർത്തം എപ്പോൾ തുടങ്ങിയതാ? ഇപ്പം തുടങ്ങിയതാ. കുടുംബജീവിതത്തിൽ വെച്ച് തുടങ്ങിയ ഗർത്തമാണിത്. കുടുംബത്തിൽ വെച്ചുണ്ടായതാണ്. ധനവാന്റെ കുടുംബത്തിൽ വെച്ചുണ്ടായ ഗർത്തമാണിത്. ആ ഗർത്തം അങ്ങ് തുടരുകയാണ്. അതാണ് ലൂക്ക 16:26 ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിലുള്ളത് മഹാഗർത്തമാണല്ലോ എന്ന്. ഭയങ്കര അകൽച്ചയാണ് അത്. ലൂക്ക അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് മത്തായി ഇപ്പം പറയണത് അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നു പോകാൻ പറഞ്ഞിരിക്കുകയാണ്. അതാണ് 25:41. അപ്പോഴ് ഗർത്തവും അകൽച്ചയുമാണ്. ദൈവവേദനേ, നാളെ നീയും നിൻ്റെ ദൈവമായിട്ട് ഗർത്തവും അകൽച്ചയും ഉണ്ടാകുന്ന തീരുമാനങ്ങൾ സുപ്രീം കോടതി സംസാരിക്കാം, ഭരണഘടനകൾ മാറ്റിയെഴുതപ്പെടാം. ഇതെല്ലാം ഭൂമിയിലെ വിശേഷങ്ങളാണ്. ഭൂമിയിലെ മനുഷ്യൻ ദൈവത്തെ അറിയാത്തവൻ അവന് എന്ത് കോപ്രാട്ടിത്തരം കാണിക്കാം, അവന് എന്ത് കോലവും കെട്ടാം. ഒരു ക്യാമറ ഉണ്ടായാൽ മാത്രം മതി. അപ്പം ആരാണ് ഭരിക്കണത്? ജനപ്രതിനിധികളായാലും ശരി, ഭരിക്കണത് ആരാണ്? കറുത്ത ക്യാമറകളാണ് ഭരിക്കണത്. ക്യാമറ ഉണ്ടെങ്കിൽ ഇവൻ എന്ത് കോപ്പറേറ്റ് തരം കാണിക്കാനും പറയാനും തയ്യാറാവും. ക്യാമറ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പനി പിടിച്ച പോലെ ജഡ്ജി ആണെങ്കിലും പോയി അങ്ങ് ഉറങ്ങി തൂങ്ങി അവിടെ ഇരുന്നോളൂ. ഇതാണ് ലോകം. ഈ ലോകത്താണ് നമ്മൾ ജീവിക്കണത്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മാധ്യമം എന്ത് പറയുന്നു, സോഷ്യൽ മീഡിയ എന്ത് പറയുന്നു, ജനങ്ങൾ എന്തിൻ്റെ കൂടെ കൂടുന്നു? ജനങ്ങളുടെ സ്വരങ്ങൾ ദൈവത്തിൻ്റെ സ്വരമല്ല ഇപ്പം, അത് പിശാസിൻ്റെ സ്വരമായി മാറിയിട്ടുണ്ട്. ഇത് വിവേചിക്കാനുള്ള കഴിവ് പരിശുദ്ധാത്മാവ് നിറവിൽ നിന്ന് മാത്രമേ ഒരു വിശ്വാസിക്ക് ലഭിക്കത്തുള്ളൂ. ഇപ്പം എന്താ കർത്താവ് പറഞ്ഞിരിക്കണത്? ഇപ്പം എല്ലാവർക്കും എന്ത് അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള നിയമ പരിരക്ഷ ഇവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പോയിട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ വേണമെന്ന് വേണ്ടി ചെന്നപ്പോൾ നമ്മുടെ അമേരിക്കയിലല്ലേ, നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച കാര്യമാണ്. അതായത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവൾ പോയി. വന്ന് എൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടി ഈ മനുഷ്യൻ കരഞ്ഞു പിടിച്ച് ചെന്നപ്പോഴേ കുടുംബം ആക്രമിച്ചെന്നും പറഞ്ഞ് മാതാപിതാക്കന്മാർ കേസ് കൊടുത്ത്. പോലീസ് വന്നപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞ്, അപ്പനും അമ്മയും പറഞ്ഞ് ശരിയാണ്, ഇയാൾ ഞങ്ങളെ ആക്രമിക്കാൻ വന്നാണെന്ന്. എൻ്റെ അച്ഛാ, ഈശോയാണ് ഞാൻ ആക്രമിക്കാൻ വന്നതല്ല, എൻ്റെ കുഞ്ഞുമായിട്ട് പോയി ജീവിക്കാൻ വന്നതാണ്. അപ്പോഴെന്താ, ചില ആൾക്കാരെങ്കിലും ഇപ്പം നിങ്ങളൊക്കെ ഇവിടെ ആഘോഷമായിട്ട് ഇരുന്നുകൊണ്ട് കർത്താവിൻ്റെ വചനം കേൾക്കണില്ലേ? പക്ഷെ നിങ്ങളുടെ ഉള്ളിലെല്ലാം നിങ്ങൾ ചിലർ വിചാരിക്കുന്നുണ്ട് രക്ഷപ്പെട്ട പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്ത് പോയി താമസിക്കണം, നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വേണേ കൂടെ താമസിക്കാം. അതായത് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്, കല്യാണം കഴിക്കുന്ന മുമ്പ് തന്നെ കുടുംബം തകർന്നിരിക്കുന്ന അവസ്ഥയാണ് മനസ്സിലെ. എന്താ കാര്യം? പല അമ്മമാരും മക്കളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ അവർ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇതിങ്ങളെ ഒരുമിപ്പിച്ച് താമസിപ്പിക്കത്തില്ല. അവർക്ക് എന്തെങ്കിലും ഗുണമുള്ള രീതി മാത്രമേ കുടുംബത്തെ കൊണ്ടുവരത്തുള്ളവർ. ഇപ്പം നിങ്ങളിരിക്കണ വിശുദ്ധിയോടെ ഇരിക്കണ അമ്മമാരില്ലേ, നിങ്ങളുടെ ഉള്ളിലൊക്കെ മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തയുണ്ട്. എന്താ? നിങ്ങൾ ഈ മക്കളുടെ പുറകെ കൂടിയിരിക്കുകയാണ്. പല കുടുംബങ്ങളും തകർന്നതിൻ്റെ ഉത്തരവാദികളെ നമ്മൾ മുമ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അമ്മമാരായിരിക്കും വരാൻ പോണത്. ഒരു സംശയമില്ല അതിൻ്റെ അകത്ത്. ജോസഫ് അത് പറയുമ്പോൾ ഓർക്കേണ്ടത് 32 കൊല്ലം 21 ലക്ഷം ആൾക്കാരെ കമൻസ് ചെയ്തിട്ടാണ് ഞാൻ പറയണത്. അല്ല വെറുതെ ചുമ്മാ പ്രസംഗിക്കാൻ വേണ്ടി പ്രസംഗിക്കണതല്ല. 32 കൊല്ലം 21 ലക്ഷം ആൾക്കാരെ കമൻസ് ചെയ്തിട്ടാണ് ഞാൻ പറയണത്. ഇന്ന് തകർന്ന കുടുംബങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം അമ്മമാരുടെ ഗ്രീഡിയാണ്, ധനമോഹമാണ്.
എല്ലാ തിന്മകൾക്കും കാരണമെന്ന് യാക്കോബ് പറഞ്ഞില്ലേ? യാക്കോബിൻ്റെ 4-ാം അധ്യായത്തിൽ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അമിതമായ ധനമോഹത്തെ കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിമപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യാക്കോബിന്റെ പ്രബോധനത്താൽ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹത്താൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച എത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. അതാണ് യാക്കോബ് 1:4. നിങ്ങളെ പഠിപ്പിച്ച മാതാപിതാക്കന്മാരുടെ കടങ്ങൾ പരിഹരിക്കപ്പെടരുതെന്ന് ജോസഫച്ചൻ പറയത്തില്ല. ചില അമ്മമാരെന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഞങ്ങളുടെ വീട് സ്ഥലവും വെച്ചാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്, അവളെ പഠിപ്പിച്ചിരിക്കണത്. അന്ന് 4 ലക്ഷം രൂപ കടമുണ്ട്. അതൊക്കെ കിട്ടാൻ വന്നപ്പോൾ ചെറുക്കനോട് പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് അപ്പോൾ ആ 4 ലക്ഷം രൂപ കടമുള്ള കുടുംബങ്ങൾ അതിൻ്റെ പലിശ ഉൾപ്പെടാം. അമ്മായിയമ്മക്ക്, പെണ്ണിൻ്റെ അമ്മക്കൊരു പനി വന്നപ്പോഴേ ഈ ചെറുക്കനെന്ന് പറയുന്നവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഒരു കുപ്പി മരുന്ന് പോലും മേടിച്ച് കൊടുക്കാൻ മനസ്സില്ലാത്തവനാണ് കെട്ടിയിരിക്കണത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മകളെ പഠിപ്പിച്ചിട്ട് അവളെ ജോലിക്കും വിടുന്നില്ല, അവളെ ജോലിക്കും വിടത്തില്ല. അവനെ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം, സംശയരോഗിയാണ്. അപ്പം നീതികേടായിട്ട് അവളെ ജോലിക്ക് വിടാതെ വെച്ചുകൊണ്ടിരിക്കുക. വീട്ടിലെ കടം പോലെ കൂടി ഇരിക്കുകയും ചെയ്യണം. ഉടമ്പടി ചെയ്ത ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇന്ന് കറക്റ്റ് ചെയ്തേക്കണം. അവിടെ അനീതിയായില്ലേ? അവളുടെ പഠനത്തോട് അവൻ്റെ സംശയരോഗം കാണിച്ചിരിക്കണം, അനീതിയല്ലേ? അവൻ തിരിച്ചു വരണം, അവൻ കറക്റ്റ് ചെയ്യണം. അവളെ പഠിപ്പിച്ചിരിക്കണില്ലേ? പഠിപ്പിച്ചതിൻ്റെ പിന്നിൽ കുടുംബത്തിന് ഒത്തിരിയേറെ കാശ് ചിലവായിട്ടുണ്ട്. ഇപ്പോഴും നീ കല്യാണം കഴിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിന് നിനക്ക് മനസ്സാക്ഷി ഉണ്ടെങ്കിൽ, നീതി മാത്രമല്ലല്ലോ, സ്നേഹമെന്നും സംഭവം ഉണ്ടല്ലോ. അതല്ലേ ഹോശയ 12:6 പറയണത്? നീ തിരിച്ചു വരികയാണെങ്കിൽ നീതിയോടെ മാത്രം തിരിച്ചു വന്നാൽ പോരാ, നീ സ്നേഹത്തോടെ തിരിച്ചു വരണമെന്ന്. കാര്യം എന്താണ്? ആ പെണ്ണിൻ്റെ അമ്മയുടെ വീട്ടുകാരോട് അവർക്ക് പരിതാപകരമാണെന്നുണ്ടെങ്കിൽ നീ നീതി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഓഹരി അവരുടെ മക്കൾ അവരെ പഠിപ്പിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. നീതിയല്ല, ഏറ്റവും വലുത് എന്താണ്? സ്നേഹമാണ്. അത് സന്ധിക്കാനും സംരക്ഷിക്കാനും. അപ്പോൾ അവൾക്ക് സങ്കടമാണ്. അവളെന്താ സങ്കടം? എന്നെ പഠിപ്പിച്ച് മുണ്ടുമുറുക്ക് കൊടുത്ത് രാത്രി 12 മണി വരെ ഇരുന്ന അമ്മ, പട്ടിണി നിന്ന് അമ്മ ഇന്ന് രോഗിയാണ്. എന്നെ ക്ലാസ്സിൽ വിട്ട് എൻ്റെ അപ്പൻ ഇന്ന് രോഗിയാണ്. അപ്പോഴും അവരുടെ സങ്കടങ്ങൾ എന്നെ അറിയിക്കാതിരിക്കാൻ വേണ്ടി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ സാമ്പത്തിക ഘടകമായിട്ട് ഇന്ന് കുടുംബം ജപ്തി ചെയ്യാൻ പോവുകയാണ്. ഈ മനുഷ്യനാണെങ്കിൽ അർത്ഥത്തേക്ക് ഉപ്പ് തേക്കണില്ല. പിന്നെ അവളെന്ത് ചെയ്യണം? കുടുംബത്തിൽ ഇപ്പം നമ്മൾ 10-12 മത്തായിയുടെ സുവിശേഷം 10-12 എന്താ പറയണത്? നീ ഒരു കുടുംബത്തിൽ ചെല്ലുമ്പോഴേ സമാധാനം ആശംസിക്കണം. പക്ഷേ ഈശോ ഉടനെ പറഞ്ഞ് സമാധാനത്തിൻ്റെ ദൂതൻ അവിടെ ഉണ്ടാകണം. നീതിയോട് സഹകരിക്കാനുള്ള മനസ്സാണ് സമാധാന ദൂതൻ. സ്നേഹത്തോട് പൊരുത്തപ്പെടാനുള്ള ഹൃദയമാണ് സമാധാന ദൂതൻ. കൈ അടിച്ചു കർത്താണ്. കർത്താവായ ദൈവമേ, വിവിധ പ്രതിസന്ധികളെ സ്നേഹത്തോടെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കർത്താവേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്ക് മക്കളെ. നിവൃത്തിയില്ലാത്തവരൊക്കെ പിടിച്ചെഴുന്നേൽപ്പിക്കുക. മക്കളെ, നമ്മൾ ഈ അവസാനത്തെ 15 മിനിറ്റും അവസാനത്തെ ആശീർവാദത്തിൻ്റെ 15 മിനിറ്റും വളരെ മർമ്മപ്രധാനമായതാണ്. ഈ സമയത്താണ് കൂടുതൽ ആൾക്കാർ സുഖപ്പെടുന്നതും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ, നിങ്ങൾക്കറിയാവോ, ഈ വചനങ്ങളെല്ലാം ഈശോ തന്ന വചനങ്ങളാണ്. ആ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തിരിച്ചുവരവിൻ്റെ സാഹചര്യമാകും. ദൈവത്തിൽ നിന്ന് ദൈവം ഒരിക്കലും
നമ്മളിൽ നിന്ന് അകന്നു പോണില്ല, നമ്മളാണ് അകന്നു പോണത്. അതുകൊണ്ടാണ് ദൈവം നമ്മളെ തിരിച്ച് വിളിക്കണത്. വരുവിൻ നമുക്ക് അനുരഞ്ജനപ്പെടാവുന്ന ഐസയാ 1:18 പറയണത് എന്താ? നമ്മളാണ് വരേണ്ടതെന്ന്. എങ്ങനെ വരണമെന്നാണ് ഹോശയ്യ 12:6 പറഞ്ഞത്? നീതി നിറവേറ്റി വരണം, സ്നേഹം പുലർത്തി വരണം. ദൈവത്തിൻ്റെ സന്തതിയായി വന്നാൽ അന്ത്യകാലം വരെയും കർത്താവിൻ്റെ അനുഗ്രഹം നിൻ്റെ കുടുംബത്തിനുണ്ടാകും. അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്ക് മധ്യസ്ഥം വഹിക്കാനും ഈശോയ്ക്ക് നിൻ്റെ കണ്ണീരൊപ്പാനും എളുപ്പമായിരിക്കും. ദൈവം നമ്മുടെ സ്പീഡപ്പ് ചെയ്യും, പക്ഷേ നമ്മളതിൻ്റെ പരുവപ്പെടലുണ്ടാക്കണം. അതിനെക്കുറിച്ചാണ് ഇപ്പോഴേ നമുക്ക് കർത്താവിൻ്റെ വചനങ്ങൾ വെളിപാട് നൽകിയത്. ഇപ്പോഴും നമ്മൾ ക്യാൻസറിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ക്യാൻസറിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് അച്ഛൻ പറയാൻ കാരണം ഒരു ഓൺലൈൻ മെസ്സേജാണ്. ഞാൻ ചുമ്മാ ഇങ്ങനെ ചെറുകിയപ്പോൾ ഞണ്ടിങ്ങനെ മരിച്ച് കിടക്കണ മെസ്സേജ് വന്ന്, ദർശനം വന്ന്. അത് ഞണ്ട് ഒക്കെ പറഞ്ഞാൽ എപ്പോഴും നമ്മൾ നനച്ചറിയാതെ, അറിഞ്ഞുകൊണ്ടല്ല, നനച്ചറിയാണ്ടിരിക്കണ സമയത്ത് ഈ മെസ്സേജ് വന്നാൽ അത് മനുഷ്യാരൂപിയിലായിരിക്കത്തില്ല അത് വരണത്. അങ്ങനെയാണ് നമ്മൾ അതിനെ ഡിസേൺ ചെയ്യണത്, വിവേചിക്കണത്. ദൈവാരൂപിയിലുള്ള ദർശനങ്ങളാണ്. അതിൻ്റെ ക്യാൻസർ രോഗങ്ങളെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റും. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ കൂട്ടായ്മയിൽ നിൽക്കുന്ന ക്യാൻസർ രോഗികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലത് കരത്താൽ ക്യാൻസർ രോഗങ്ങളെ സ്പർശിക്കണമേ. അത്ഭുതകരമായ ക്യാൻസർ രോഗങ്ങള്, കരള് രോഗങ്ങള്, മഹോദര രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, അൾസർ രോഗങ്ങള്, അരിസസ് രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ക്യാൻസർ രോഗങ്ങളെ സുഖപ്പെടുത്തനെ ഓർത്ത്, അൾസർ രോഗങ്ങളെ സുഖപ്പെടുത്തനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ നന്ദി പറയുന്നു. കരങ്ങളുയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, നന്ദി പറയട്ടെ. ഹല്ലേലൂയ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, പിൻകഴുത്തിൽ നേരിട്ട് കുഞ്ചിക്കല്ല, അതിനേക്കാൾ 2 അടി 2 വിരൽ താഴെ ഇങ്ങനെ ഒരു മുഴ ഇങ്ങനെ കൂമ്പിക്കൊണ്ടേ വരണം. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കണം. സുഖ ഹല്ലേലൂയ. ഇപ്പോഴേ അച്ഛൻ പറയുമ്പോൾ തന്നെ ഇടത് പല്ലിന് വേദനയുള്ളവരുണ്ട്. ഇപ്പോഴച്ഛൻ പറയുമ്പോൾ ഇപ്പോൾ തന്നെ അത് മകളെ ഈശോ സുഖപ്പെടുത്തുകയാണ്. നിനക്ക് സാക്ഷ്യം പറയാൻ കഴിയും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നനഞ്ഞ് പിടഞ്ഞ ഒരു പക്ഷി, തൂവൽ കൊഴിഞ്ഞ പക്ഷി, ഒരുപക്ഷെ സാമ്പത്തിക തകർച്ചയാകാം, അല്ലെങ്കിൽ രോഗാതുരമായി മുടി കൊഴിഞ്ഞു പോയി സൗന്ദര്യം നഷ്ടപ്പെട്ട അവസ്ഥയാകാം. ഇങ്ങനെ ശോഷിച്ച, പല വിധങ്ങളിലും ശോഷിച്ചു പോയിട്ട് പറക്കാൻ പറ്റാത്ത കുടുംബങ്ങളെ കർത്താവ് ഇപ്പോഴേ ഏറ്റെടുക്കുന്ന. സ്തുതിയുടെ ഹല്ലേലൂയ. നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രക്തസ്രാവങ്ങളെ ഈശോ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രക്തസ്രാവ രോഗികളുടെ രക്തസ്രാവങ്ങളെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. യേശുസ്തോത്രം. ഹല്ലേലൂയ. 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 കർത്താവായ ദൈവമേ, രക്തസ്രാവത്തെ സുഖപ്പെടുത്തിയ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ
യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ശ്രദ്ധിക്കുക, വിവാഹ തടസ്സങ്ങളെ നിങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്യുക. വിശ്വാസത്തിൽ നിങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്യണം. 24 വയസ്സിന് മുകളിലുള്ള എല്ലാ മക്കളുടെയും അവർ കല്യാണത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, പുതുതായിട്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും 24 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടിയന്തരമായിട്ട് നടക്കേണ്ട കാര്യമായിട്ട് സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്യുക. നിങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്യേണ്ട ഡേറ്റ് അച്ഛൻ പറഞ്ഞുതരാം. അച്ഛനെ കർത്താവ് കാണിച്ചത് 26 ഡിസംബർ 26 മുതൽ ജനുവരി 24 തീയതി വരെ ഉള്ള ഡേറ്റ് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, പക്ഷേ അടിയന്തരമായിട്ട് ഈ കല്യാണം നടന്നേ മതിയാവത്തുള്ളൂ. അങ്ങനെ കണ്ണീരോടെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഡിസംബർ 26 മുതൽ ജനുവരി 24 തീയതി വരെയുള്ള ഡേറ്റുകൾ കർത്താവ് ആ ഡേറ്റിൽ നിൻ്റെ കാരുണ്യത്താൽ ഞാൻ എൻ്റെ മകളുടെ കല്യാണം നടത്തുമെന്ന് ഓർത്തുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയ വെളിപാടിനെ സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവേ അഭിഷിക്തം നൽകിയ വെളിപാടനുസരിച്ച് കർത്താവേ ജനതയുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെടണമേ. ഹല്ലേലൂയ. അസ്ഥി വളയലെ അസ്ഥി ഒടിയലെ, ശ്രദ്ധിക്കുക. അതായത് ആടെയും അസ്ഥി ചുമ്മാ ഇരുന്ന് വളയുന്ന, അത് മിക്കവാറും വാതരോഗമോ വല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും. അച്ഛനെ രോഗത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. വളഞ്ഞ് വെറുതെ ഇരുന്ന് വളയുന്ന അസ്ഥികളെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് കർത്താവ് ഇവിടെ കാണിച്ചതിൻ്റെ അർത്ഥം കർത്താവ് മരുന്ന് അതിനില്ല, കർത്താവിന് അത് സ്പർശിക്കുമെന്നാണ്. അതുകൊണ്ട് അസ്ഥി വളയുകയും അസ്ഥി ഒടിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു കാലത്തും കമ്പിയൊക്കെ ഇട്ടതാണ്. പിന്നീട് പക്ഷേ പഴയ സ്വാധീനത്തിൽ വന്നിട്ടില്ല. ആ വ്യക്തികളും ഇപ്പോൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് കർത്താവ് സാക്ഷ്യം പറയാൻ സഹായിക്കും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അസ്ഥി വളയുന്നത് വാതരോഗമായാലും ഞങ്ങൾക്കറിയാത്ത എന്ത് രോഗമായാലും യേശുവിന്റെ നാമത്തിൽ ആരാധന ശക്തിയാൽ അസ്ഥി ഒടിഞ്ഞവർക്ക് സ്വാധീനം തിരിച്ചു ലഭിക്കട്ടെ. അസ്ഥി വളഞ്ഞവരുടെ രോഗങ്ങളെ ഇപ്പോഴേ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന ദൈവമേ, ഞങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധിക്കുമ്പോൾ ഒരുമിച്ച് പാടുക. ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. പ്രാർത്ഥിക്കാം, ആരാധിക്കാം കർത്താനെ, വല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താനെ, വല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്ന് പ്രാപിക്കാം, വിടുതൽ എന്ന് പ്രാപിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥി. കർത്താവായ ദൈവമേ, ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മ വഴി ഈശോ കേൾപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളിലെ തീർപ്പാകാത്ത ഓരോ കാര്യങ്ങളും ആയിരങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യസ്ഥതയിലെ ഈശോയുടെ തിരുസന്നിധിയിൽ പുനഃസമർപ്പണം ചെയ്യുന്നു. സാമ്പത്തിക കടങ്ങള്, വഴിയില്ലാത്തവര്, ഭാഗ ഉടമ്പടി നടക്കാത്തവര്, വിദേശ പഠനങ്ങള്, വിദേശ ജോലികള്, ജോലി നഷ്ടപ്പെട്ടവര്, സമാധാനം ഇല്ലാത്തവര്, കള്ളക്കേസിൽ കുടുങ്ങിയവര് യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കട്ടെ. തൊലി പൊളിയുന്നവരെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് സോറിയാസിസ് ഉൾപ്പെടെ. പക്ഷേ ഞാനീ പറഞ്ഞ വിഷയം സോറിയാസിസ് അല്ല. പക്ഷേ സോറിയാസിസ്, ഈ ദർശനം തൊലി പൊളിയുന്നവരെ കർത്താവ് സുഖപ്പെടുന്ന ദർശനം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
ഇപ്പോൾ ത്വക്ക് രോഗങ്ങളെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയെ, ത്വക്ക് രോഗങ്ങൾ, തൊലി പൊളിയുന്ന രോഗങ്ങൾ, തൊലിയെ പാണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, വെള്ളപ്പാണ്ട് രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ. അമ്മയുടെ മധ്യസ്ഥത്താൽ ത്വക്ക് രോഗങ്ങൾ ഈശോയുടെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. അടിമുടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈശോ ഇപ്പോൾ സുഖപ്പെടുത്തും. ഇനി ഡോക്ടർ ഡയഗ്നോസിസ് ചെയ്തിട്ട് എവിടെയെങ്കിലും മുഴയുണ്ടെന്ന്, ബ്രെയിനിൻ്റെ എവിടെയെങ്കിലും ഞരമ്പിന് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്പോട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ ആ യേശു നാമത്തിൽ അവിടെ കൈവെക്കാവുന്നതാണ്. ചില ആൾക്കാർക്ക് ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഉദരത്തിന് ബ്ലോക്ക് ഉണ്ടാവും, ചില ആൾക്കാർക്ക് ബ്രെയിനിൻ്റെ വെയിൻസിന് ബ്ലോക്ക് ഉണ്ടാകും. എവിടെയായാലും കുഴപ്പമില്ല. എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ട്, മരയിപ്പുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൈവെക്കുക. മറ്റുള്ളവർ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവായ ദൈവമേ, ഞരമ്പ് ബ്ലോക്ക് ഉള്ളവര്, ശരീരത്തിൽ മുഴയുള്ളവര്, പാങ്ക്രിയാസിൽ മുഴയുള്ളവര്, ഗർഭനാളിയിൽ ബ്ലോക്ക് ഉള്ളവര്, ഈശോയെ സിസ്റ്റ് ഉള്ളവര്, അണ്ഡാശയത്തിലെ സിസ്റ്റ് ഉള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഗർഭപാത്രങ്ങൾ വളരാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബ്രസ്റ്റിന് മുഴയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വൈകല്യങ്ങളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നടുവേദനക്കാരെ, കിഡ്നി രോഗികളെ യേശു നാമത്തിൽ, ഇടുപ്പല്ലി വേദനയുള്ളവരെ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സൗഖ്യങ്ങളെ നന്ദി പറയുന്ന കർത്താവേ, രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവരെ, ഇടിപ്പല്ലിന് വേദനയുള്ളവരെ സുഖപ്പെടുത്തുന്നതിന് കർത്താവേ, മാരകമായ രോഗങ്ങള് അങ്ങ് സൗഖ്യപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, നമ്മളിപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നത് അതായത് രേഖാമൂലമായ കാരണങ്ങളാണ്. ഇപ്പോഴും ഒരു മോള് സാക്ഷ്യം പറഞ്ഞില്ലേ, കൃപാസനത്തിലെ ഉടമ്പടിയുടെ ഒരു നേഴ്സറാണത്. 20 വർഷമായിട്ട് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയിട്ടില്ല. ഇപ്പോൾ അന്ന് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റണമെങ്കിൽ അവർ ഭയങ്കരമായ കാശ് ചോദിച്ചു. അതുകൊണ്ട് കൊടുക്കാൻ നിവർത്തിയില്ല, അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയില്ല. ഇപ്പോഴൊരു ജോലി വന്നപ്പോൾ ആ സർട്ടിഫിക്കറ്റ് എല്ലാം അത്യാവശ്യമായി വന്നു. അത് കിട്ടാൻ സാധ്യതയുണ്ടോ, അത് അവിടെ ഉണ്ടോ, ഉണ്ടായാൽ തന്നെ കൊടുത്താൽ കിട്ടുമോ, കാശ് കൊടുക്കേണ്ടി വരുമോ, ഇങ്ങനെ എല്ലാം കൊണ്ട് കുഴങ്ങനായപ്പോൾ അവർ വന്ന് അമ്മയോട് പറഞ്ഞു ഉടമ്പടി ചെയ്ത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ചെല്ലുമ്പോൾ എടുത്ത് വെച്ചിരിക്കുകയാണ് കൊടുക്കാൻ വേണ്ടി. അത് അവരെടുത്ത് വെച്ചതല്ല, അമ്മ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നിൻ്റെ രേഖകൾ, ഞാൻ കുറേ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എനിക്ക് ഉടമ്പടി അമ്മ തരുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ ഒത്തിരി വേദനിച്ചിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് വർഷങ്ങളായിട്ട് കിട്ടാത്തവരെ, ഭാഗ ഉടമ്പടി നടക്കാത്തവരെ, നമ്മൾക്ക് അപ്പൻ എഴുതി വെച്ചെന്ന് പറഞ്ഞത് പക്ഷേ ചേട്ടനോ അനുജനോ ഒറിജിനൽ പ്രമാണം അടിച്ചു മാറ്റി എവിടെയെങ്കിലും ബ്ലേഡ് കമ്പനി കൊണ്ട് പണയം വെച്ചിട്ട് രേഖകൾ നഷ്ടപ്പെട്ടവരെ, അവർക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ രേഖ നശിപ്പിച്ച് കളഞ്ഞവരെ, അങ്ങനെ രേഖാമൂലമായ എല്ലാ തടസ്സങ്ങളും ഉടമ്പടിയിലെ അമ്മ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ്. നിങ്ങളിപ്പോഴേ അച്ഛനോട് ഈശോയോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിസ ഉൾപ്പെടെ, എമിഗ്രേഷൻ ഉൾപ്പെടെ, മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെ, ഭാഗ ഉടമ്പടികളും ആധാര പ്രമാണങ്ങളും അധികാര രേഖകളും നഷ്ടപ്പെട്ടത്, കിട്ടാത്തത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതാൽ ഈശോയുടെ നാമത്തിൽ ലഭിക്കട്ടെ. ഭാഗോടമ്പടിയില് നടക്കാത്ത അവസ്ഥകള്, രേഖ കിട്ടാത്ത അവസ്ഥകളില് അങ്ങ് ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നേർച്ച വസ്തുക്കളെടുക്കുക. എല്ലാവരും നേർച്ച വസ്തുക്കളെടുക്കുക. നിങ്ങൾക്കറിയാം, കൃപാസനത്തിലെ ഏറ്റവും വലിയ നേർച്ച വസ്തു പ്രേക്ഷിത പത്രമാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? യേശുവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? വിശുദ്ധീകരണത്തിലൂടെ ശക്തീകരണം. ആ ശക്തി പ്രാപിച്ച ആൾക്കാരെ യേശുവിനെ അറിയാത്തവരെ അറിയിക്കുന്ന, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്ന മഹാപ്രേക്ഷിതരായിട്ട് മാറും.
ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പത്രമുണ്ട് ഇവിടെ, നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇത് മക്കൾക്കുള്ളതാണ്, വിദ്യാർത്ഥികൾക്കുള്ള മാതാവിൻ്റെ സമ്മാനമാണ്. ഇത് വെഞ്ചരിച്ചതാണ്. അവിടെ പുസ്തകങ്ങളുടെ ബാഗിൽ നിങ്ങൾ വെച്ച് കൊടുക്കണം. അവരുടെ ബാഗിൽ നിങ്ങൾക്കറിയാമല്ലോ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇപ്പോഴത്തെ. എല്ലാവരും യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലല്ല, യൂട്യൂബിൽ പ്രത്യേകിച്ച് മോശമായ കാര്യങ്ങളൊക്കെ കണ്ട് സമയം കളഞ്ഞുകൊണ്ട്, അതാണ് അവർ കുഞ്ഞങ്ങ ഇരിക്കണായിട്ടല്ലേ വീട്ടിലേ, അത് മുറി അടച്ചിട്ട് കുടിഞ്ഞിരിക്കണില്ലേ. അന്ന് നിങ്ങൾ തിരക്കണം പോയി, ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പം അത്രയുമുള്ള പൈശാചികമായ അസന്മാർഗീയ കാര്യങ്ങൾ സ്വകാര്യമായി കുഞ്ഞുങ്ങളെ ചിത്തയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇരുട്ട് കൂടുമ്പോൾ വെളിച്ചം തെളിച്ച് വെക്കണം. നിങ്ങൾ അമ്മയുടെ മധ്യസ്ഥയിൽ അവിടെ ബുക്കിൽ കൊണ്ട് വെച്ചാൽ മതി. പിന്നെ അമ്മ കുഞ്ഞുങ്ങൾ കൊണ്ടിത് വായിപ്പിച്ചോളൂ. നമ്മൾ സൗകര്യപ്പെടുത്തി കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ അത് ഓഫീസിൽ പോയി ഇത് വാങ്ങിച്ചുകൊണ്ട് പോവുക. ഇംഗ്ലീഷ് പത്രം, ഇംഗ്ലീഷ് പിടിയും കുഞ്ഞുങ്ങൾക്ക് സഹായിക്കും. തമിഴ് പത്രം ഓഫീസിലുണ്ട്. തമിഴ്നാട്ടിൽ പോകുന്നവർ ഈ മാസം തമിഴ്നാട്ടിൽ പോകുന്നവർ തമിഴ് പത്രമാണ് വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത്. കന്നഡ പത്രം ചെയ്യാൻ പോകുന്നുണ്ട്. കന്നഡ പത്രത്തിന് ആരെങ്കിലും താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് ചെയ്ത് കിട്ടണം. അത് ഇപ്പോൾ 1-2 ആൾക്കാർ താല്പര്യം കന്നഡയിൽ നിന്ന് വന്നിട്ടുള്ളവർ ഇന്നലെ തന്നെ ഇവിടെ വന്ന് താമസിക്കുന്നവരുണ്ട്, താല്പര്യം കാണിച്ചിട്ടുണ്ട്. മറ്റുള്ളവരിവിടെ കൂടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരുകാരിവിടെ ധ്യാനത്തിന് വരുന്നുണ്ട്. ഒരു വണ്ടി തന്നെ വന്നിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ കന്നഡയിൽ കർത്താവിൻ്റെ പത്രം നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ ഹിന്ദി പത്രവും ചെയ്യാം. അപ്പോൾ ഹിന്ദി പത്രത്തിന് അച്ഛനെ സഹായിക്കാൻ താല്പര്യമുള്ളവർ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഹിന്ദി DTP ചെയ്തു തരണം, അത്രയേ ഉള്ളൂ. കൃപാസനം 3 മാസത്തെ പത്രം എടുത്തിട്ട് അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് അത് കന്നഡയിലാക്കിയോ ഹിന്ദിയാക്കിയോ തന്നാൽ നമ്മൾക്കത് സുവിശേഷ പ്രചരണത്തിന് വേണ്ടി ഏറ്റവും ശക്തമായി ഉപയോഗിക്കാവുന്നതാണ്. കാര്യം കൃപാസനം പത്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണ് അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ പത്രത്തിൻ്റെ എത്രയോ സാക്ഷ്യങ്ങളാണ്, എത്രയോ പ്രേക്ഷിതരാണ് പത്രം കൊണ്ടു നടന്ന് വിതരണം ചെയ്ത് പ്രാർത്ഥിച്ച് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. അതുകൊണ്ട് തന്നെയാണ് അമ്മ, ഞാൻ ഈശോനെ അമ്മയുടെ നടക്കുന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ഞാൻ പറയുന്ന ഒരു വാക്ക് പോലും തെറ്റത്തില്ല. കാര്യം അതങ്ങനെ തെറ്റിയാൽ നാളെ ഇവരെന്നെ വിശ്വസിക്കത്തില്ല, അവർ വചനം എനിക്ക് തരത്തില്ല, കൃപയെ എനിക്ക് തിരിച്ചെടുക്കും. ഈ പത്രം വഴി നടക്കുന്ന ഒരു സാക്ഷ്യം പോലും സ്വപ്നത്തെ പോലും നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുമ്പോഴാണ് ഞങ്ങളത് കേട്ടിട്ട് മനസ്സിലാക്കി മാതാവ് അങ്ങനെ കൂടി ചെയ്യുന്നുണ്ടെന്ന് ഓർക്കണത്. ഇന്ന് തന്നെ പത്രത്തിൻ്റെ എത്രയോ സാക്ഷ്യങ്ങൾ പറഞ്ഞു. അപ്പം അതുകൊണ്ട് പത്രം നിങ്ങൾ വാങ്ങിച്ചാൽ അത് നിങ്ങൾ തന്നെ പള്ളി കൊണ്ടുപോയി അട്ടിയിട്ട് വെക്കരുത്. ഏതോ ഒരു പള്ളി ചെന്നപ്പോൾ അട്ടിയിട്ട് വെക്കുകയാണ്. നമുക്കറിയാവില്ല കപ്പേരുമാരുടെ കാര്യം, അവർ കൊണ്ടുപോയി കത്തിച്ച് കളയുള്ളൂ. അപ്പം അങ്ങനെ കത്തിച്ച് കളഞ്ഞാലുള്ള കുഴപ്പം എന്താ? നിങ്ങളുടെ പ്രേക്ഷിത വേലയാണ് കത്തിച്ച് കളയണത്. അപ്പം അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ വേർപ്പിൻ്റെ വിലയാണ്. കാര്യം ഇത് നമ്മൾ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ കർത്താവ് വിചാരിക്കും അവൾ ഇല്ലായ്മയെന്ന് പത്രം മേടിച്ച് കൊടുത്തതല്ലേ. അപ്പം അത് അവളുടെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാകണം. കാര്യം കർത്താവിന് വേണ്ടി ചെയ്യണ ജോലി സമ്പത്തിൻ്റെ പേരിൽ യൂദാസ് ഇടപെട്ടപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? നീ അതിൽ നെഞ്ചുവേദനയൊന്നും എടുക്കേണ്ട കാര്യമില്ല, എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടിയാണ് അവൾ ചെയ്തത് എന്ന് കരുതിയാൽ മതിയെന്ന്. കർത്താവിന് വേണ്ടിയുള്ള ശുശ്രൂഷ സാമ്പത്തിക നഷ്ടമുണ്ടായാലും അത് കർത്താവ് അക്സെപ്റ്റ് ചെയ്യുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അച്ഛൻ ഈ വിഷയത്തിൽ കോംപ്രമൈസ് ഇല്ലാത്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം അറിയാത്തവർ അറിയണം, അറിഞ്ഞവർ ആഴപ്പെടണം. കൂടുതൽ ഇരുളുകൾ വരുമ്പോൾ കൂടുതൽ വെളിച്ചം നമുക്ക് കത്തിച്ച് വെക്കും. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കളെ മറ്റു ഭാഷകളിലും പത്രം ചെയ്യാൻ താല്പര്യമുള്ളവർ ഓഫീസുമായി ബന്ധപ്പെടണം. പിന്നെ നമ്മൾക്ക് ഒരു ധ്യാനത്തിന് മാത്രമേ എൻ്റെ മക്കളിവിടെ വന്നാൽ മതി. ഒറ്റ ധ്യാനത്തിന് മാസത്തിൽ നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള വരവെല്ലാം ഞങ്ങൾ കുറക്കാൻ പോവുകയാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ പുതുക്കാൻ വേണ്ടി വരണില്ലേ, പിന്നെ അച്ഛനെ കാണാനുള്ള ഡേറ്റ് എടുക്കാൻ വേണ്ടി വരണില്ലേ. അപ്പോൾ പുതുക്കാൻ വരുന്ന ദിവസം തന്നെ ഡേറ്റ് കിട്ടും. ഇനി മുതൽ പുതുക്കാൻ വരുന്ന ദിവസം തന്നെ ഡേറ്റ് എടുക്കാൻ വേണ്ടി. കാര്യം ഇപ്പോഴത്തെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 250 പേര് രാവിലെ വെളുപ്പിനെ 4 മണി 3:30 തൊട്ട് 5 മണി നമ്മൾ ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ഗേറ്റ് ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് 150 മുതൽ ഗേറ്റ് ടോക്കൺ ആകും. അപ്പോൾ ഒരാൾക്ക് നമ്മൾ 5 മിനിറ്റ് കൊടുത്താൽ ഇവിടുന്ന് പിരിയണത് വൈകുന്നേരം 7 മണിക്കാണ്.
ആ 7 മണിക്ക് പിരിയുന്ന ആൾക്കാർ കാസർഗോഡുകാരാണെങ്കിൽ അവർ ശരിക്കും വെള്ളം കുടിക്കും. ഇപ്പോൾ ഇന്നലെ അടൂരിൽ നിന്ന് വന്ന ആൾക്കാർ പോയിട്ടില്ല. കാര്യം രാത്രിയായി പിരിഞ്ഞപ്പോൾ, അവസാനത്തെ ആൾ പോയപ്പോൾ. പിന്നെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇവിടെ താമസിക്കാൻ പറഞ്ഞു. അല്ല ഇപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? അടൂരൊക്കെ ചെന്ന് എത്തിയിട്ട് പിന്നെ അവിടുന്ന് വണ്ടി കിട്ടിയില്ലെങ്കിൽ പാടല്ലേ. അപ്പം അതുകൊണ്ട് മിക്കവാറും ഇപ്പോൾ നാളെ നിങ്ങൾ വരുന്നവർ നാളെ കാണാൻ പറ്റത്തില്ല. കാര്യം നാളത്തെ ടോക്കൺ നേരത്തെ പോയിട്ടുണ്ട്. കാര്യം ഇന്നലെ വന്ന ആൾക്കാർ, തിങ്കളാഴ്ച വന്ന ആൾക്കാർ 175ഓളം പേര് അച്ഛനെ കാണാതെ നാളത്തെ ടോക്കൺ മേടിച്ച് പോയിരിക്കുകയാണ്. കാര്യം അത്രയും ആൾക്കാർ വന്നാൽ ഇനിയിപ്പോൾ അങ്ങനെ നടക്കത്തുള്ളൂ. മുൻകൂർ ടോക്കൺ കൊടുത്ത് അവർക്ക് ഡേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പം അത് ഇരട്ടിപ്പാടായ കാരണം ഇപ്പം ഞാനും അടിയന്തരമായിട്ട് കൗൺസിലേഴ്സിൻ്റെ യോഗം വിളിച്ചിട്ട് കൗൺസിൽ പുതുക്കുമ്പോൾ തന്നെ അവർക്ക് കാണാനുള്ള ദിവസത്തെ ടോക്കൺ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, ഒരു വരവ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ എൻ്റെ മക്കൾ ഇപ്പം ചെയ്യണത് എന്തുമാത്രം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. ഈ ഇടിച്ചു തല്ലി വന്നിട്ട് നിസ്സാര കാര്യങ്ങളാണ് ചില ആൾക്കാർ പറയണത്. കാര്യം ഉടമ്പടി പ്രകാരം അച്ഛനെ കാണേണ്ട വിഷയമില്ല, അമ്മ സ്വന്തമായിട്ട് ചെയ്യണ കാര്യങ്ങളാണ്. കൺഫ്യൂഷൻ വരുമ്പോൾ മാത്രമേ, ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്ന് ഇപ്പോൾ തന്നെ ഒരു ഡോക്ടർ പറഞ്ഞില്ലേ, ഞങ്ങൾ സാക്ഷി എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ ഹാർട്ടിന് ദൂരം, ഗർഭസ്ഥ ശിശുവിൻ്റെ ഹാർട്ടിന് ദൂരമാണ്, അതിനെ ടെർമിനേറ്റ് ചെയ്യണം, അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവർക്കത് താല്പര്യമില്ലെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിനാണ് മെസ്സേജ്. ആ മെസ്സേജ് പ്രകാരം നമ്മൾ ഒന്നെങ്കിൽ നിലനിർത്തും അല്ലെങ്കിൽ കളയും. കാര്യം ഇന്ന് വരെ ഞാൻ കണ്ടിട്ട് കളയാൻ ഈശോ പറഞ്ഞിട്ടില്ല ഒരിക്കലും. അല്ലെങ്കിൽ അത്ര കണ്ട് ആന്തരിക അവയവങ്ങൾ 1-2 ഇല്ലാതിരിക്കണം, വരാനൊരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു മെസ്സേജ് കിട്ടും. അല്ലെങ്കിൽ എല്ലാം ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കിഡ്നി ഇല്ലാത്ത സ്കാനിങ് റിപ്പോർട്ട് കിഡ്നി ഇല്ല, ഒരു കിഡ്നിയേ ഉള്ളൂ. വെറുതെ അമ്മയുടെ ചില്ല് കൈവച്ച് അമ്മയെ കുഞ്ഞിന് കിഡ്നി ഇല്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത മാസം സ്കാൻ ചെയ്യുമ്പോൾ ഇല്ലാത്ത കിഡ്നി അവിടെ ഉണ്ടാകും. അതാണ് നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറയണത്. നമ്മൾ ജീവനുള്ള ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ ദൈവമുണ്ട്. അവിടുന്ന് ദൈവത്തിൻ്റെ തീരുമാനിച്ച് വേറെ ആണെങ്കിൽ മാത്രമേ നമ്മളൊരു തീരുമാനം എടുക്കത്തുള്ളൂ. അങ്ങനെയുള്ള ജംഗ്ഷനിലാണ് അച്ഛനെ കാണേണ്ടി വരണത്, അല്ലാതെ കാണേണ്ട കാര്യമില്ല. പിന്നെ ക്യാൻസർ രോഗികളെ ഉടമ്പടി പോലും എടുക്കേണ്ട ആവശ്യമില്ല. ഉടമ്പടി എടുക്കണമെന്ന് കാര്യം അവർക്കത് പാലിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് അച്ഛൻ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ തന്നെ അവരെ പ്രാർത്ഥിച്ച് വിടണത്. അതിനൊരു എറ്റിക്കറ്റ്സും ഒരു നിയമം, ഒരു നടപടിയൊന്നുമില്ല. ക്യാൻസർ രോഗികൾ, മഹോദ് രോഗികൾ, കിഡ്നി രോഗികൾ, ഈ 3 രോഗികളെ, പിന്നെ ഗർഭത്തിൽ കോംപ്ലിക്കേഷൻ ഉള്ളവർ, അവർ ഒന്നാം ഞായറാഴ്ച പ്രാർത്ഥിക്കണം. അതിന് ഗർഭത്തിൽ കോംപ്ലിക്കേഷൻ ഇല്ലേ, കൊച്ചു പെടലേക്ക് കോട് ചുറ്റിയിരിക്കണു, കൊച്ചു തിരിയണില്ല, അങ്ങനെ പിന്നെ ബൾജ് ചെയ്ത് പുറത്തേക്ക് വരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള രോഗികളില്ലേ, അപ്പം അവരെയൊക്കെ പ്രാർത്ഥിക്കുന്ന സമയമാണ് ഒന്നാം ഞായറാഴ്ച. അതിനൊന്നും ചീട്ടൊന്നുമില്ല. ഇവിടെ വന്നാൽ മതി. വന്നാൽ ഓഫീസിൽ നിന്ന് ഒരു കാർഡ് വാങ്ങി ഇടിവെക്കാതിരിക്കാൻ വേണ്ടി 1-2 നമ്പർ മേടിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്പർ വെക്കും, ഇടിവെക്കും എല്ലാവരും കൂടി. ഇടിവെക്കുമ്പോൾ പ്രാർത്ഥനയുടെ ചൈതന്യം പോകും. അത് കാരണം 1, 2, 3 നമ്പർ കൊടുക്കും. നമ്പർ എടുത്ത് അപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു പോകും. മറ്റ് വിഷയങ്ങളൊക്കെ എമർജൻസി ആണെങ്കിൽ മാത്രം മക്കൾ വന്നാൽ മതി. പക്ഷേ ഉടമ്പടി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി നമ്മൾ 1 വർഷത്തേക്ക് ചെയ്യണം. ഒക്ടോബർ മാസത്തിൽ ഉടമ്പടിയുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങിയ ഉടമ്പടിയാണ് ഇപ്പോൾ അവസാനിക്കുന്നത്. 12 മാസമല്ലേ ഉടമ്പടി, 4 കോളമില്ല എൻ്റെ അടുത്ത്. കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങിയ ഉടമ്പടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒക്ടോബറിൽ പുതുക്കാൻ പറ്റും, അല്ലെങ്കിൽ വേണ്ട, സ്റ്റോപ്പ് ചെയ്ത് വെച്ചാൽ മതി. കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങിയ ഉടമ്പടിയാണ് ഈ ഒക്ടോബർ 31-ാം തീയതി ക്യാൻസലാകണത്. അത് കഴിഞ്ഞുള്ള ഉടമ്പടി അനുസരിച്ചിട്ട് 12 മാസം കഴിയുമ്പോഴേ ക്യാൻസലാകത്തുള്ളത്. ഇപ്പോൾ ഒക്ടോബറിന് പകരം നവംബറാണ് തുടങ്ങിയെങ്കിൽ നവംബറിലെ ക്യാൻസലാകത്തുള്ളൂ. നിങ്ങൾ കഴിഞ്ഞ ഡിസംബറിലാണ് ഉടമ്പടി തുടങ്ങിയെങ്കിൽ അടുത്ത ഡിസംബറിലെ ക്യാൻസലാകത്തുള്ളൂ. കാര്യം പുതിയ ഉടമ്പടി എടുക്കണമെങ്കിൽ 100 രൂപ അതിൻ്റെ ചിലവ് വരത്തില്ലേ. അങ്ങനെ വരത്തെ അച്ഛന് താല്പര്യമില്ല, നിങ്ങളുടെ കാശ് എനിക്ക് വേണ്ട. നിങ്ങൾക്കറിയാമല്ലോ, ലോകത്തിലെ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണ ഒരേ ഒരു ധ്യാന കേന്ദ്രമാണ് എടുത്തത്. ഫ്രീ ഉച്ചക്ക് ഊണും കൊടുക്കണ. നമുക്ക് ഊണ് കൊടുക്കാൻ ഇപ്പോൾ പറ്റാത്തതിൻ്റെ കാര്യം അറിയാമല്ലോ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിനോട് ക്ഷമ ചോദിച്ചിട്ടുമുണ്ട്. കാര്യം നമുക്ക് വെള്ളം വേസ്റ്റ് വാട്ടർ വന്നിട്ട് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടാണ്. എന്നിട്ടും നമ്മൾ ബ്രെഡും കാപ്പിയും കൊടുക്കുന്നുണ്ട് മനോഹരമായിട്ട്. അത് ഉച്ചക്ക് കൊടുക്കുന്നുണ്ട്. എത്ര പേരുണ്ടാവും? 500 തൊട്ട് 1000 പേര് വരെ ഉണ്ടാവും. രാവിലെ ചില സമയത്ത് 1200 പേര് വരെ ഉണ്ടാവും ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണത്. അപ്പം അതുകൊണ്ട് ആ വിഷയങ്ങളല്ല പൈസ. നിങ്ങൾക്കറിയാം, നിങ്ങളോട് ഞാൻ ഇന്ന് വരെ, ഞാൻ 21 എത്ര കൊല്ലമായി, 32 കൊല്ലമായി, ഒരു മനുഷ്യനൊക്കെ ഞാൻ 5 പൈസ ചോദിക്കുകയോ ഇവിടെ നിന്ന് കാശ് കാര്യം പറയുകയോ ചെയ്യത്തില്ല. നിങ്ങൾക്ക് അത് പോളിസി മാറ്ററാണ്.
പിന്നെ എൻ്റെ പ്രവർത്തകർ കറണ്ട് ചാർജ് അടക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തിന് വേണ്ടി മാതാവിൻ്റെ പേരിൽ ശസ്ത്രക്കാഴ്ച എടുക്കും. അത് വേറെ വിഷയം. അല്ലാതെ വേറെ നമ്മൾ തമ്മിൽ സാമ്പത്തിക വിഷയങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും വേർപ്പ് മുടക്കിയാൽ അത് ഈശോയ്ക്ക് പ്രയോജനം ഉണ്ടാകും. അത് പ്രേക്ഷിത പ്രവർത്തനമാണ്. അത് വിഷയമില്ല. അത് നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരു സമയമാണത്. കാര്യം നിങ്ങൾ മരിക്കണ മുമ്പ് എൻ്റെ ആസ്തി, എനിക്ക് നല്ല ആസ്തിയുള്ള ആളാണ്. കാര്യം അച്ഛനായ കാലം പോലും ഒറ്റ സമയം ഞാൻ കളഞ്ഞിട്ടില്ല. കർത്താവിൻ്റെ ആത്മാക്കൾക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ച എൻ്റെ ആത്മീയ ആസ്തിയുണ്ട്. അതുകൊണ്ടല്ലേ നമുക്ക് ധൈര്യം. ഏത് ജാമ്യം കിട്ടികളെന്ന് പറഞ്ഞാലും ഞാൻ പറയും മാതാവിന് വിട്ടേക്കാം, നീ കോടതിയിലോട്ട് പോയി കളയാൻ പറയും. അതെന്താണ്? അധികാരമാണ്. അത് നിങ്ങൾ പോയിക്കുമ്പോൾ നിങ്ങളോട് വലിയ മുച്ചിന് പറയുമെങ്കിലും അമ്മയടുത്ത് ഞാൻ പട്ടാങ്ങി പറയുമെന്ന് വെച്ച്, അമ്മേ ഇതാണ് സംഭവം, ചെയ്യണം എന്ന് പറയും. എന്താ കാര്യം? നമ്മൾ ജീവനുള്ള അമ്മയെ ഞാൻ നേരിട്ട് കണ്ട ആളാണ്. അല്ലാതെ സ്വപ്നവും കാര്യങ്ങളല്ല. ജീവനുള്ള അമ്മ ഇങ്ങനെ ഇരിക്കുമെന്നും ജീവനോട് ഞാൻ കണ്ട ആളാണ്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ എന്തെങ്കിലും നിവൃത്തിയുണ്ട് സംഭവം അമ്മ ചെയ്യും. അപ്പം അതുകൊണ്ട് ഉടമ്പടി ചെയ്യുമ്പോൾ എൻ്റെ മക്കളെ അച്ഛനെ കാണുമെന്ന് തിരക്ക് കൂട്ടരുത്. അതൊരു മണ്ടത്തരമാണ്. കാര്യം നിങ്ങൾ ഉടമ്പടി ഉഴപ്പണവരാണ്. എങ്ങനെയെങ്കിലും ഇത് ഒപ്പിച്ച് കൂട്ടിയിട്ട് അച്ഛനെ കണ്ടു കാര്യം അത് അപ്പോൾ ദൈവത്തിന് അറിയാൻ പറ്റും ഇത് തരികിട പരിപാടിയാണെന്ന്. അങ്ങനെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവൃത്തി. ഇപ്പം ഒരു അമ്മ വന്നിട്ടും പറഞ്ഞു, എൻ്റെ മകൻ 1 മാസമായി കുളിച്ചിട്ട് അവൻ കുളിക്കണില്ലെന്ന് പറഞ്ഞ്. അപ്പം ചെറുപ്പക്കാർ പോലും മാനസികരോഗം പിടിച്ച് കുളിക്കാതിരിക്കുകയാണ്. അപ്പം പ്രായമായ ആൾക്കാർ എന്തുമാത്രം വീട്ടിൽ കുളിക്കാൻ കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഉള്ളവരെയൊക്കെ നിങ്ങൾ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരാ പോയി ഒന്ന് കുളിപ്പിച്ച് അവരൊന്ന് കുളിപ്പിച്ചാൽ തന്നെ സുഖമായിട്ട് ഉറങ്ങും. ചില ആൾക്കൊക്കെ രാത്രി ഉറക്കമില്ല. എന്താ കാര്യം? തലക്ക് വെളിവില്ലാഞ്ഞിട്ട് ചൂട് കയറിയിട്ട് ഉറങ്ങാതിരിക്കണതാണ്. അവർക്ക് കുളിക്കാൻ പറ്റുന്നില്ല, കുളിപ്പിക്കാൻ ആളില്ല. 10-90 വയസ്സൊക്കെ ഉണ്ട്. എന്തു ചെയ്യും? അപ്പം നിങ്ങളുടെ ഇളയപ്പനാ കൊച്ചാപ്പനാണെങ്കിൽ നിങ്ങൾ ചെല്ലണം. ഉടമ്പടി സംഭവമുണ്ട്. എന്താണ്? കാരുണ്യ പ്രവൃത്തി. അത് നിങ്ങൾ ചെയ്യണം. ചെയ്ത് കഴിയുമ്പോൾ കർത്താവ് ഇത് കാണുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആ ഉടമ്പടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് കാരുണ്യ പ്രവൃത്തി, പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ എന്താണ്? അരമണിക്കൂർ വചനം വായിക്കണം. പിന്നെ എന്താണ്? കൃപാസനത്തിൽ ഒരു ആരാധന ഉടമ്പടി ധ്യാനം കൂടണം. ബാക്കി 5 ഉണ്ട്. അത് മൊബൈലിൽ കൂടിയാൽ മതി. മനസ്സിലായില്ലേ? ഇപ്പം ചെറുപ്പം ഒരു 50 വയസ്സ് വരെയുള്ള ആൾക്കാർ മൊബൈലിൽ കൂടുന്നുണ്ട്. 50 വയസ്സിന് ശേഷമേ കുഴപ്പമുള്ളൂ. 50 വയസ്സ് വരെയുള്ള ആൾക്കാർ മൊബൈലിൽ സ്മാർട്ട് ഫോൺ ഉള്ളവർ നമ്മുടെ എല്ലാ ദിവസവും 6 ലൈവില്ലേ, 6 ലൈവിനും 6 മെസ്സേജാണ്. അതായത് അടുത്ത മാസത്തെ മെസ്സേജ്, അടുത്ത ആഴ്ചത്തെ മെസ്സേജ് ഈശോ വേറെ തരും. അപ്പോൾ അത് കേട്ട് വരുമ്പോൾ ദൈവ വഴികളറിയാം, നമ്മൾ വളർന്നുകൊണ്ടിരിക്കും. പിന്നെ ചെയ്യേണ്ട വിഷയം എന്ന് പറഞ്ഞത്, ചില ആൾക്കാർക്ക് എല്ലാവരും തന്നെ ഇപ്പോൾ ഷാലോം TV-യിൽ നമ്മുടെ ഉടമ്പടി ധ്യാനമുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും 1:30 മണിക്ക്, ഉച്ചയ്ക്ക് 1:30 മണിക്ക്. നല്ല സമയമാണ്. കാര്യം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 മണിക്ക്. അത് നല്ല സമയമാണ്, ബ്രേക്ക്ഫാസ്റ്റിന് സമയമാണ്. അപ്പം നിങ്ങൾ അത് മുട്ടേ നിന്നോ ഇരുന്നോ അത് പ്രാർത്ഥനാപൂർവം കൂടണം. അത് കൂടുമ്പോൾ നമ്മളത് ആയിരങ്ങൾ പ്രാർത്ഥിച്ചാണ് പ്രോഗ്രാം ചെയ്യുന്ന. കാരണം അവിടും തന്നെ കർത്താവ് നിങ്ങൾക്ക് ശക്തി തരും. നിങ്ങൾ നാളെ പറയും. കാര്യം ഇപ്പോൾ ഓൺലൈനിൽ ഇത് കൂടിയിട്ട് പോലും ആൾക്കാരൊക്കെ കർത്താവ് സുഖപ്പെടുത്തണില്ലേ? ഇപ്പോൾ ഒരു ചേച്ചി കൊണ്ടുവന്ന് 2 ലക്ഷം രൂപ എൻ്റെ തന്നു, ഒരു അപ്പച്ചനും അമ്മയും കൊണ്ട്. ഞാൻ പറഞ്ഞു, എന്താ പരിപാടി എന്ന് ചോദിച്ചു. അച്ഛാ കൃപാസനം പണിയാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു ഓഫീസിൽ കൊണ്ട് കൊടുത്തു. ഇപ്പോൾ ഈ പൈസ എവിടെ നിന്ന് കിട്ടി? എന്താ കിട്ടാൻ കാര്യം? അച്ഛാ എൻ്റെ മകൾ അമേരിക്കയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു കൃപാസനത്തിൽ കൊണ്ടുപോയി 2 ലക്ഷം ഞാൻ കൊടുത്തേക്കാൻ പറഞ്ഞു. അവളെന്താ ചെയ്തത്? അവളൊന്നും ചെയ്തില്ല. അവൾ ജോലി നഷ്ടപ്പെട്ടു പോവുകയാണ്. PR കിട്ടാതെ ജോലി നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ജോലി നഷ്ടപ്പെട്ട് പോയണ തലേ ദിവസം രാത്രി അവൾ കമ്പ്യൂട്ടറിൽ മാതാവിൻ്റെ തിരികെത്തിച്ച് എൻ്റെ അച്ഛൻ ഓഫീസിൽ ചെന്നപ്പോൾ അവളുടെ ജോലി സ്ഥിരപ്പെടുത്തിയെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൾ എന്നെ കണ്ടിട്ടില്ല, കൃപാസനം കണ്ടിട്ടില്ല, ആലപ്പുഴ വന്നിട്ടില്ല. 2 ലക്ഷം രൂപ മാതാപിതാക്കന്മാരുടെ കൊടുത്തു വിടണത് എന്താണ്? എന്തൊരു ബോധ്യം അവർക്ക് കിട്ടിയിട്ടാണ്. അവരുടെ അത്രയും വേദനിക്കുന്നുണ്ട്. അപ്പോൾ ഏത് അന്റാർട്ടിക്കയിലാണെങ്കിൽ ശരി, അമ്മമാതാവിൻ്റെ ആൾക്കാരെ തിരികെത്തിക്കാൻ നീ ഒരു ബുദ്ധിപൂർവ്വം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നിനക്ക് ഉടനെ അമ്മ അവിടെ വന്ന് സ്പോട്ടിൽ അത് ചെയ്തു തരണം. അത്രയും അനുഗ്രഹമാണ്. കാര്യം ഈ പ്രത്യക്ഷപ്പെടൽ സഭ ശ്രദ്ധിക്കാനും
ഏറ്റെടുക്കാനും വേണ്ടി എൻ്റെ മനസ്സ് പറയണത് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ്. അപ്പം അതുകൊണ്ട് നല്ല സമയത്ത് നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക. പറ്റുന്ന സമയത്തെല്ലാം ഈ ആ ഷാലോൺ TV കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും പറയണം, മറ്റുള്ളവരോട് TV വെക്കാൻ പറയണം. തിങ്കളാഴ്ച 1:30 മണിക്കും വെള്ളിയാഴ്ച രാവിലെ 8:30 മണിക്കും വെക്കുകയും അവിടെ ഇരുന്ന് പ്രാർത്ഥനാപൂർവ്വം പ്രാർത്ഥിച്ച് ആ സന്ദേശം കേൾക്കാനും ആരാധനയിൽ പങ്കെടുക്കാനും സാക്ഷ്യം കേൾക്കാനും ഇവിടം വരെ വന്ന് ധ്യാനം കൂടുന്നതിന് പകരം പ്രായമായവർക്ക് കർത്താവ് കൊടുത്തിരിക്കണതാണ്. ഒരു പ്രാവശ്യം ഇവിടെ വന്നാൽ മതി. ബാക്കി നിങ്ങൾക്ക് 4 ധ്യാനങ്ങൾ ഷാലോൺ TVയിലുണ്ട് ഒരു മാസം കൃപാസനത്തിൻ്റെ. എൻ്റെ മക്കളത് കൂടണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഏറ്റവും വലിയ സന്തോഷ വാർത്ത ജപമാല റാലിയാണ്. ജപമാല റാലി 1,00,000 പേരാണ് പങ്കെടുക്കുന്നത്. നിങ്ങൾ ഇന്ന് തന്നെ പുതിയ ആൾക്കാർ പോയി കലണ്ടർ ഡേറ്റ് ബ്ലോക്ക് ചെയ്തിട്ട് 27-ാം തീയതി രാവിലെ 7:30 ഇവിടെ എത്തണം. അഭിനന്ദ പിതാക്കന്മാരുടെ അധ്യക്ഷതയിൽ ആശീർവാദത്തോടു കൂടി റാലി 7:30 ആരംഭിക്കും. അപ്പം അതുകൊണ്ട് 1,00,000 പേര് പ്രാർത്ഥിക്കണത്. ഞാൻ ഈ വിഷയം പ്രാർത്ഥിക്കണത് എന്തിനാണെന്നറിയാമോ? കേരള സഭയ്ക്ക് വേണ്ടിയാണ്. പിന്നെ ഇവിടെ വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ, ഇപ്പോൾ വരാൻ പോകുന്ന കുടുംബ തകർച്ചകൾ, ഇതെല്ലാത്തിനെയും പ്രതിരോധിക്കാൻ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള സ്വർഗീയ യുദ്ധമാണിത്. ആ ഒരു ഓർമ്മയിൽ വേണം പ്രാർത്ഥനയ്ക്ക് വരാൻ. ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്, ആത്മീയ പോരാട്ടം. അതാണ് അഖണ്ഡ ജപമാല മഹാറാലി അർത്തുങ്കപ്പള്ളിയിലേക്ക് സന്ധിക്കുക. തയ്യാറായി വരിക. വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ഉടമ്പടി പുതുക്കുന്നത്. 2-ാം ഞായറാഴ്ച 4-ാം ഞായറാഴ്ചയും ഉടമ്പടി പുതുക്കും. ഉടമ്പടി ധ്യാന ദിവസങ്ങളിൽ ഉടമ്പടി പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതല്ല. പത്രത്തിൻ്റെ 12-ാമത്തെ പേജിൽ എല്ലാ അറിയിപ്പുകളുമുണ്ട്, ശ്രദ്ധിക്കുക. 1, 2, 3, 4 ചൊവ്വാഴ്ചകളിലും 1, 3 ഞായറാഴ്ചകളിലും ഉടമ്പടി ധ്യാനം. പങ്കി ആരാധന 4-ാം തീയതി. ആദ്യ ഞായറാഴ്ച ദമ്പതി പ്രാർത്ഥന, അടുത്ത ഞായറാഴ്ച 11 മണിക്ക് ദമ്പതി ധ്യാനം. 2-ാം ചൊവ്വാഴ്ച അകത്തോലിക്ക ധ്യാനവും തമിഴ് കൂട്ടായ്മയും. ഇപ്പോൾ ട്രിച്ചിയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നുമൊക്കെ 3 വണ്ടി വരുന്നുണ്ട്. 10-90 തമിഴ് മക്കൾ വരുന്നുണ്ട്. അവരുടെ കൗൺസിലേഴ്സും വരുന്നുണ്ട്. തമിഴ് കൂട്ടായ്മയുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർ ഈ 2-ാം ചൊവ്വാഴ്ച വരണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. മരിയെങ്കിൽ അഭിഷേക ധ്യാനം 9, 10, 11, 12 തീയതികളിലെ. യൂത്ത് മിഷൻ കുട്ടികളുടെ ധ്യാനം 13-ാം തീയതി. 3-ാം ചൊവ്വാഴ്ച 16-ാം തീയതി. 3-ാം ഞായറാഴ്ച 21-ാം തീയതി. 4-ാം ചൊവ്വാഴ്ച 23-ാം തീയതിയാണ് നമ്മളുടെ ഉടമ്പടി ധ്യാനങ്ങൾ. അച്ഛൻ്റെ ധ്യാന പുസ്തകങ്ങൾ കൗണ്ടറിൽ നിന്ന് ലഭ്യമാണ്. നിത്യാരാധനയും അധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ എല്ലാ ദിവസവും രാവിലെ 10 മണി തൊട്ട് 4 മണി വരെ. ഉടമ്പടി പുതുക്കിയവർ, അച്ഛനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ തിങ്കൾ ബുധൻ രാവിലെ 5 മണി മുതൽ 7 മണി വരെ ഗേറ്റ് പാസ് വാങ്ങിക്കേണ്ടതായിരിക്കും. ഇപ്പോൾ ഗേറ്റ് പാസ്സാണ് കിട്ടുന്നത്. ഇപ്പോഴേ 5 മണി തൊട്ട് ഗേറ്റ് പാസ് കൊടുക്കാൻ തുടങ്ങും. അത് 7 മണി വരെ കൊടുക്കും. പക്ഷേ ചിലപ്പോൾ അന്ന് കാണാൻ പറ്റത്തില്ല. അതിവിടെ വന്ന് കറക്റ്റ് ചെയ്തിട്ട് ഡേറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം, ഇപ്പം ഇനി കാണാൻ വരുന്നവർ അന്ന് തന്നെ കാണണം എന്ന് നടക്കത്തില്ല. കാര്യം മുൻകൂർ ചീട്ട് പോയിട്ടുണ്ട്. അതും കൃത്യമായിട്ട് വരാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാര്യം നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരു മാസം ഉടമ്പടി ചെയ്യുന്നവരും അച്ഛനെ കാണാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസം ഉണ്ടാകും. അച്ഛനെ കാണാൻ പറ്റുന്ന എണ്ണത്തിൻ്റെ 4 ഇരട്ടി 5 ഇരട്ടിയാണ് ആൾക്കാർ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് അത് മുൻകൂർ രജിസ്ട്രേഷൻ. അതിൻ്റെ അർത്ഥം എന്താണ്? ഉടമ്പടി കൊണ്ട് തന്നെ എല്ലാ കാര്യവും നടക്കും. പിന്നെ ഹൈ എമർജൻസി കാര്യങ്ങൾ മാത്രമേ അച്ഛനുമായി ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. ഇപ്പോഴും സമാപന ആശീർവാദമാണ്. നേർച്ച ഉയർത്തിപ്പിടിക്കുക. പത്രം എടുക്കാത്തവർ ഓഫീസിൽ പത്രമുണ്ട്, കൗണ്ടറിൽ പത്രമുണ്ട്, വാങ്ങിക്കുക. വിശ്വാസപ്രമാണം ചെയ്യട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out his spirit, the fire finger, swak with the precious blood, and the authority of the Catholic Church with the power of Jesus Christ, with the meditation of the Holy Priesthood, I bless and hallow these lyrics. Those who should have grace and peace and power. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ,
കരൾ രോഗികളെ അവർക്ക് വേണ്ടി അച്ഛൻ കൈവപ്പ് പ്രാർത്ഥന നടത്തും. വേറെ ആരെയും പ്രാർത്ഥിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഓഫീസിൽ പോയി രേഖ വാങ്ങിച്ചുകൊണ്ട് വരേണ്ടതാണ്, നമ്പർ വാങ്ങിച്ചുകൊണ്ട് വരേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. നേരത്തെ വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ, പത്രം ഉയർത്തിപ്പിടിക്കട്ടെ, കരങ്ങൾ ഉയർത്തി എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഇത് കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയാണ്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഏതെല്ലാം കാര്യങ്ങൾ പരിശുദ്ധ പീഠത്തിൽ സമർപ്പിച്ചുവോ ആ നിയോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപ ചൊരിയുന്നു. മനമുയർത്തി സ്വരമുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശക്തമായി വിളിക്കട്ടെ, യേശുവേന്ന് വിളിക്കട്ടെ. കർത്താവേ, ലൈവ് സ്ട്രീമിലൂടെ കർത്താവേ ഇപ്പോൾ ലോകത്തിലെ ധാരാഭാഗങ്ങളിൽ നിന്ന് ശുശ്രൂഷയിൽ പങ്കുചേരുന്നവരെ ആശീർവദിക്കണമേ. കൃപാസന നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവരെ ആശീർവദിക്കണമേ. സൗഖ്യപ്പെടുത്ത നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയ്ക്ക് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.